ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാന്യരായ സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിനും അതുപോലെ മഹാനായ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനും പറഞ്ഞുകൊടുത്ത ചില ഉപദേശങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സ്വഹാബത്തിനെയും ഒരു വേള മസ്ജിദ് നബവിയിലേക്ക് വരാൻ പറഞ്ഞു. എല്ലാവരും ആവേശത്തോടെ മസ്ജിദ് നബവിയിലേക്ക് വരികയാണ്. എല്ലാ സ്വഹാബത്തും കടന്നിരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാന്യരായ സ്വഹാബ കിറാം റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. സ്വഹാബ, ഈ ദുനിയാവ് നൈമഷികമാണ്. ഈ ദുനിയാവിന്റെ സുഖത്തിലും ഈ ദുനിയാവിന്റെ ആഡംബരത്തിലും ഈ ദുനിയാവിന്റെ ആഭാസരത്തിലുമായി നമ്മൾ ഇങ്ങനെ കടന്നു പോകാനുള്ളവരാണോ? ഞാനും നിങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ്. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നമ്മൾ പോകേണ്ടുന്നവരാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് വെക്കേണ്ടുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങളുടെ മനസ്സിൽ ഒരാഗ്രഹം വേണം. അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സകലമാന അമലുകളും, നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ സ്വതക്കയും നമ്മുടെ സക്കാത്തും നമ്മുടെ അമാലുകളും മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെന്നുള്ള ആ ഒരു അടിയുറച്ച ബോധ്യത്തോടെ നിങ്ങൾ കടന്നു പോകണം എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് മുസ്തഫായ നബി തങ്ങൾ ഒരുപാട് ഉപദേശങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ സ്വഹാബത്തും മുത്തുനബിയുടെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ് അമൂല്യ മുത്തുകൾ ആലിംഗനം ചെയ്തുകൊണ്ട് കടന്നുപോയ ബഹുമാന്യരായ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും അവർ പിരിഞ്ഞു പോകുമ്പോ രണ്ട് സ്വഹാബിമാര് മുത്തുനബിയുടെ മുമ്പിൽ വന്നു. അതിൽപ്പെട്ട പ്രമുഖരാണ് മഹാനായ സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹുവും ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവും. രണ്ടുപേരും മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും അഅമാലുകളും മുഴുവനും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമുള്ളതാകാൻ അതിനു പറ്റുന്ന ഒരു ഉപദേശം ഞങ്ങൾക്ക് പഠിപ്പിക്കണം. എന്നായാലും ഒരു വട്ടം നമ്മൾ ഇവിടെ നിന്ന് വിട പറയും. ആ വിട പറയുന്ന സമയം നമ്മൾ ഇവിടെ ചെയ്തു പോയത് ഒന്നും നഷ്ടപ്പെടാതെ അള്ളാഹുവിന്റെ മുമ്പിൽ മരിക്കാൻ കിടക്കുന്ന സമയം മുത്തിലലഹു മാലുഹു വവലദുഹു വഅമലുഹു, അവന്റെ സമ്പാദ്യവും അവന്റെ മക്കളും അതുപോലെ അവൻ ചെയ്തിട്ടുള്ള സകലമാന കാര്യങ്ങളും അല്ലാഹു തആല കാണിച്ചു തരുമ്പോ നമ്മുടെ മുമ്പിൽ നന്മകൾ ഉണ്ടാകണം. അതിന് പറ്റുന്ന ഉപദേശം പറയണം. അള്ളാന്റെ മുമ്പിലേക്ക് മടങ്ങുമ്പോ നമുക്ക് രക്ഷപ്പെടണം. അള്ളാന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് വഅദ് പറഞ്ഞു കൊടുത്തു. ഈ രണ്ട് സ്വഹാബത്തിനോട് ഒന്നാമത്തെ ആള് മഹാനായ സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു, രണ്ടാമത്തേതോ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവാണ്. രണ്ടുപേരോടും അല്ലാഹുവിന്റെ പ്രവാചകർ ഉപദേശം കൊടുത്തിട്ട് സ്വഹാബത്ത് അവിടുന്ന് പിരിയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് അവരവരുടെ ഹൃദയാന്തരങ്ങളിൽ കൊണ്ടുവന്നിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലോകത്തിന്റെ മണിമുത്തു ലോകത്തോട് വിട പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകർ ലോകത്തോട് വിട പറഞ്ഞു. 3 ദിവസം കഴിയുമ്പോ പ്രിയപ്പെട്ട സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും സങ്കടത്തോടെ വിഷമത്തോടെ മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ ഇരിക്കുന്ന ഒരു സമയത്ത് അതാ കടന്നു വരുന്ന സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ കടന്നു വന്നുകൊണ്ട് പറയുന്നു, സ്വഹാബാ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? എന്തിനാണ് സങ്കടപ്പെടുന്നത്? എന്തിനാണ് വിഷമിക്കുന്നത്? എന്തിനാണ് വേദനപ്പെടുന്നത്? സ്വഹാബാ, നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാനുള്ളവരല്ല. അള്ളാഹുവിന്റെ പ്രവാചകരോട് ഇഷ്ടമില്ലാത്തവരുണ്ടോ? മുത്തു നബിയോട് സ്നേഹമില്ലാത്തവരുണ്ടോ? എനിക്ക് നബി എന്ന് പറഞ്ഞ വല്ലാത്ത ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയുന്നത് എന്നറിയോ? മുത്തു നബി തങ്ങൾ പറഞ്ഞ വാക്കെന്താ? വീടിന്റെ അകത്തട്ടിലുള്ള ഭാര്യ, വീടിന്റെ അകത്തട്ടിലുള്ള മക്കള്, ആ പ്രിയപ്പെട്ട മക്കൾക്കും ഭാര്യക്കൊക്കെ ചെലവിന് കൊടുക്കുന്നത് അത് സ്വതക്കയുടെ പ്രതിഫലമാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചുവെങ്കിൽ
മുത്തുനബി തങ്ങൾ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയ ഈ സങ്കടത്താൽ വർഷങ്ങളോളം നിങ്ങൾ ഇവിടെ ഇരിക്കുമോ? മാസങ്ങളോളം നിങ്ങൾ ഇവിടെ ഇരിക്കുമോ? അതുകൊണ്ട് വേണ്ട, എല്ലാവരും പിരിഞ്ഞു പോവുക, എല്ലാവരും പിരിഞ്ഞു പോവുക. ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോവുക എന്ന് പറയുന്ന സമയം സന്തോഷകരമായി സ്വഹാബത്ത് പിരിയാവൊരുങ്ങുമ്പോ അവിടെ വെച്ച് സെയ്ദ് ബിൻ അസ്ലം നിങ്ങൾ പറയാ, സ്വഹാബാ നിങ്ങൾ പിരിയാൻ പോവുകയാണോ? നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ഉപദേശം തരാൻ ഞാൻ ആഗ്രഹിക്കുകയാ. ആ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു, സെയ്ദ് ബിൻ അസ്ലമേ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളത് കേൾക്കും, നിങ്ങൾ എന്ത് ഉപദേശം തന്നാലും ഞങ്ങളത് കേൾക്കും. ആ സദസ്സിലുണ്ട് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും. അവരോട് പറയുന്നു, ഞാനൊന്ന് സംസാരിച്ചോട്ടെ, എനിക്ക് സംസാരിക്കാൻ അവസരം തരുമോ? ഉടൻ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സെയ്ദ് ബിൻ അസ്ലമേ, നിങ്ങൾ പറയുക, എന്ത് വേണോ പറയുക. കാരണം നിങ്ങൾ മുത്തുനബിയുടെ അരികത്ത് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നവരാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നവരാണ്, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് പറയാമോ? അപ്പൊ ചോദിച്ചു, ഞാൻ എന്താ പറയാനുള്ളത്? ഉബൈദ് ബിൻ ഉമൈർ തങ്ങൾ പറഞ്ഞു, അസ്സലാ, നിസ്കാരത്തെ പറ്റി പറയോ? അടുത്തൊരു സ്വഹാബി പറഞ്ഞു, വസിയാമോ, നോമ്പിനെ പറ്റി പറയാമോ? അടുത്തൊരു സ്വഹാബി പറഞ്ഞു, അസ്സദഖ, സ്വദഖയെ പറ്റി പറയോ? മറ്റൊരു സ്വഹാബി പറഞ്ഞു, സിലത്തുർ റഹ്മ, കുടുംബ ബന്ധത്തെ പറ്റി പറയോ? ആ സമയത്താണ് ആ കൂട്ടത്തില് വയോവൃദ്ധരായൊരു സ്വഹാബി എഴുന്നേറ്റ് നിൽക്കുകയാണ്. വയോവൃദ്ധരായൊരു സ്വഹാബി എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, സെയ്ദ് ബിൻ അസ്ലമേ, ഞങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാണല്ലോ, ഞങ്ങളൊക്കെ നോമ്പ് നോക്കുന്നവരാണല്ലോ, ഞങ്ങളൊക്കെ സ്വതക്ക ചെയ്യുന്നവരാണല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു തന്നുപോയ സമ്പത്തിന്റെ സക്കാത്ത് കൊടുത്തുകൊണ്ട് കടന്നു വരുന്നവരാണ്. എന്നാലോ ഇതൊക്കെ ചെയ്തുകൊണ്ട് റബ്ബിന്റെ മുമ്പിലേക്ക് പോകുമ്പോ എത്ര ആളുകളുടെ നിസ്കാരമില്ലാതെ പോകുന്നുണ്ട്. ദുനിയാവിന്റെ പുറത്തു നിസ്കരിച്ചവരാണ്. പേരാ കണ്ണൂരിന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഹയ്യ അലസ്സലാ എന്നുള്ള ബാങ്കിന്റെ ധ്വനിയൊന്ന് മുഴങ്ങി കേൾക്കുമ്പോ ഓടി വന്നുകൊണ്ട് നിസ്കരിച്ചവരല്ലേ പ്രിയപ്പെട്ട ഉപ്പമാരെ. നാളെ പടച്ചവന്റെ മുമ്പിലേക്ക് വരുമ്പോ നമ്മുടെ നിസ്കാരമുണ്ടെന്ന് പറയാൻ പറ്റൂ, നമ്മുടെ നോമ്പുണ്ടെന്ന് പറയാൻ പറ്റൂ, നമ്മുടെ സ്വതക്കയുണ്ടെന്ന് പറയാൻ പറ്റൂ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഇരുത്തത്തിന്റെ കൂലിയുണ്ടെന്ന് പറയാൻ പറ്റൂ? അതാണ് വയസ്സായ സ്വഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, സെയ്ദ് ബിൻ അസ്ലമേ, എപ്പോഴായാലും ഏത് സമയത്തായാലും നമ്മൾ മടങ്ങാനുള്ളവരാണ്, നമ്മൾ മടങ്ങാനുള്ളവരാണ്. ആ മടക്കത്തില് അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോ നമുക്ക് വിജയിക്കണമല്ലോ. അങ്ങനെ വിജയിക്കണമെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന് ഇഖ്ലാസ് വേണ്ടേ, നമ്മുടെ നോമ്പിന് ഇഖ്ലാസ് വേണ്ടേ, നമ്മുടെ സ്വതക്കയ്ക്ക് ഇഖ്ലാസ് വേണ്ടേ, നമ്മുടെ ഇരുത്തത്തിന് ഇഖ്ലാസ് വേണ്ടേ? വഅദ് പറയുന്ന എനിക്ക് ഒരു ഇഖ്ലാസ് വേണ്ടേ? കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു ഇഖ്ലാസ് വേണ്ടേ? അതാണ് നമ്മൾ ഒന്നാമതായിട്ട് സെലക്ട് ചെയ്യാറുള്ളത്. അതിനെന്ത് വേണമെന്ന് പറയുമോ? ഉടൻ തന്നെ പറഞ്ഞു, ഉദ്കുറിൽ മനിയാ, നിങ്ങൾ മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ കൽബിൽ കൊണ്ടുവരിക. പടച്ചവന്റെ മുമ്പിലേക്ക് മടങ്ങാനുള്ളവരാണ് എന്നുള്ള ആ ചിന്ത നിങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരിക. എന്നാലും വല്ലാഹി വല്ലാഹി കം മസ്റൂറാ,
നിങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമല്ലോ. ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പൊന്നുപെങ്ങന്മാരോട് ചോദിച്ചു പോവുകയാണ്. നേരം വെളുത്ത് ഇത്രയും നേരമായല്ലോ, നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ റബ്ബേ ഇന്നത്തെ ഈ ഒരു മജ്‌ലിസിൽ മുഴുവനും ഞാൻ ഇരിക്കുമെന്ന് ചിന്തയുണ്ടോ? അല്ലാഹുവേ നാളത്തെ മജ്‌ലിസിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ? ഈ ഒരു ഉറപ്പ് നമുക്കാർക്കുമില്ലല്ലോ. എപ്പോഴാണ്, ഏത് സമയത്താണ്, ഏത് സെക്കൻഡിലാണ്, ഏത് മിനിറ്റിലാണ്, എവിടെ വെച്ചാണ്, എപ്പോഴാണ് നമ്മൾ മരിക്കുന്ന എന്ന് പറയാൻ പറ്റൂല. ആ ഒരു ചിന്ത നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ വന്ന വല്ലാഹി വല്ലാ നിങ്ങളുടെ നിസ്കാരത്തിന് മാധുര്യമുണ്ടാകും, നിങ്ങളുടെ നോമ്പിന് മാധുര്യമുണ്ടാകും, നിങ്ങളുടെ സ്വതക്കയ്ക്ക് മാധുര്യമുണ്ടാകും. മരണത്തെപ്പറ്റി ഓർമ്മയില്ലാതെ നമ്മുടെ ഖൽബിന്റെ ഉള്ളില് എന്തെല്ലാം കാര്യങ്ങൾ പടച്ചവനിക്ക് വേണ്ടി നമ്മൾ ചെയ്തു പോകുന്നു, അതിലൊന്നും ഒരു ഇഖ്ലാസ് വരില്ല എന്ന് മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പോകുമ്പോ ഇന്ന് നമ്മൾ ഓർക്കാറില്ലല്ലോ. ചെറുപ്പക്കാരാ, എനിക്ക് 20 വയസ്സല്ലേ പ്രായമുള്ളൂ, 26 വയസ്സല്ലേ പ്രായമുള്ളൂ, 30 വയസ്സല്ലേ പ്രായമുള്ളൂ. നമുക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, നല്ല മസിൽ പവർ ഉണ്ടല്ലോ, നല്ല തടിമിടുക്കുണ്ടല്ലോ. എന്റെ ബാപ്പ മരിച്ചത് 90-ാമത്തെ വയസ്സിലാണ്, ഉമ്മ മരിച്ചത് 90-ാമത്തെ വയസ്സിലാണ്. ഇപ്പോഴൊന്നും മരിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ ചെറുപ്പക്കാരാ. നിങ്ങളെ പോലെ ആരോഗ്യമുണ്ടായിരുന്ന, തന്റെ ഇടമുണ്ടായിരുന്ന, നല്ല മസിൽ പവർ ഉണ്ടായിരുന്ന, നല്ല ശക്തി ഉണ്ടായിരുന്ന എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പേരാ കണ്ണൂര് മസ്ജിദിന്റെ അകത്തട്ടില്, ഈ കാണുന്ന പള്ളിയുടെ പരിസരത്ത് ഖബർസ്ഥാനില് കൊണ്ടുവന്ന് ഖബറടക്കിയിട്ടില്ലേ ചെറുപ്പക്കാരാ? വയസ്സൊരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് മരണം പടച്ചവനോട് പറയുന്നത്, അല്ലാഹുവേ നിന്റെ ഗഗനലോകത്ത് നിന്നിട്ട്, നിന്റെ വാനലോകത്ത് നിന്നിട്ട് ഭൂമി ലോകത്തേക്ക് നോക്കിയിട്ട് എനിക്കൊന്ന് സംസാരിക്കാൻ അവസരം തരുമോ റബ്ബേ? അല്ലാഹുവിനോട് മരണം കടന്നു വന്നിട്ട് അനുവാദം ചോദിക്കുമ്പോ, അല്ലാഹു തആല അനുവാദം കൊടുക്കുമ്പോ മരണം ഭൂമി ലോകത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു പറയാ, വയാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, അന ഉഫർരിഖു ബൈന കുല്ലി ഹബീബ് വ ഉഫർരിഖു ബൈന الزوج والزوجة وأفرق بين الأخي والأخوات. മരണം പടച്ചവന്റെ ഗഗനലോകത്ത് കടന്നു വന്നിട്ട് വിളിച്ചു പറയാണ്, എന്നോട് ഈ ഇരിക്കുന്ന നിങ്ങളെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞത്, ഇവിടെ കടന്നിരിക്കുന്നവരെ, നടക്കുന്നവരെ, ഇരിക്കുന്നവരെ, സംസാരിക്കുന്നവരെ, അല്ലാഹുവേ അന ഉഫർരിഖു ബൈന കുല്ലി ഹബീബ്, നമ്മൾ എന്ത് കാര്യമുണ്ടോ നമ്മുടെ ഉമ്മയോട് പറയുന്നതിനേക്കാൾ, ബാപ്പയോട് പറയുന്നതിനേക്കാൾ, ബന്ധുക്കളോട് പറയുന്നതിനേക്കാൾ ഞാനും നിങ്ങളും ആദ്യം പറയുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനോടാണ്, ഏറ്റവും അടുത്ത തോടരോടാണ്. എന്നാൽ അവിടെ നിന്ന് മരണവും പറയുന്നത് അന ഉഫർരിഖു ബൈന കുല്ലി ഹബീബ്. മരണം ഒന്നാമത് നമ്മളോട് പറയാണ് അന ഉഫർരിഖു ബൈന കുല്ലി ഹബീബ്. എല്ലാ സ്നേഹിതരുടെയും നമ്മൾ അങ്ങനെയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഉമ്മാനോടും ബാപ്പാനോടും അധികമൊന്നും പറയില്ല. നമ്മൾ അധികം പറയും നമ്മുടെ കൂട്ടുകാരോടാണ്, നമ്മുടെ ചങ്കുകളോട്. അങ്ങനല്ലേ പറയാ, അവനൊന്ന് പച്ചാണ്ടല്ലോ എന്റെ ചങ്കാൻ, ആ ചങ്കിനോടാ പറയാൻ. എന്നാ മരണവും ആദ്യം പറയാൻ, നിങ്ങളുടെ ചങ്കുകളെ ഞാൻ പിടിച്ചിട്ട് പോകും. നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ, നിങ്ങളുടെ തോളത്ത് കൈയിട്ട് കൊണ്ട് നടക്കുന്ന, ഒരു ദിവസം കണ്ടില്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് വിളിച്ചോണ്ട് വന്ന കൂട്ടുകാരെ, അവരുടെ ഇടയിൽ വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാൻ. അല്ല ചോദിക്കട ചങ്ങായി, നിനക്ക് അള്ളാഹു ചില മനുഷ്യന്മാരെ നരകത്തിന്റെ ചാര കൊണ്ടിരുത്തിട്ട് അല്ല ചോദിക്കും, എടാ നിന്നോട് ഖബറിനെ പറ്റി പറഞ്ഞില്ലേ, മരണത്തെ പറ്റി പറഞ്ഞില്ലേ, എന്തേ നീ ചിന്തിക്കാത്തത്? ചില മനുഷ്യന്മാർ അല്ല കൊണ്ടിരുത്തൂലേ. ഇതാ ഉൽഖൂ മിൻഹാ സമിഊ ലഹാ ശഹീഖൻ വഹിയ തഫൂർ
النور تكاد تميز من الغيظ كلما ألقي فيها فوج سأله خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء. അള്ളാഹ് ചില മനുഷ്യന്മാരെ നരകത്തിന്റെ ചാര കൊണ്ടിരുത്തും. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. ഉറക്കെ പറയും വാപ്പാരെ, അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. ഒരുപാട് പറയാനുള്ള സമയത്ത് തങ്ങളിപ്പോ വരും. പെട്ടെന്ന് അമീൻ പറയും, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, സ്വർഗത്തിന്റെ അഖിലുകാരാക്കി അള്ളാഹു നമ്മളെ മാറ്റട്ടെ. അള്ളാഹ് ചോദിക്കട പകയ നിന്നോട് പറഞ്ഞില്ലേ മരണത്തെപ്പറ്റി? മുത്തുനബി തങ്ങൾ അറിയിപ്പിച്ചില്ലേ? മനുഷ്യന്മാരും മരണത്തിന്റെ രുചി അറിയുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുമെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെയുള്ള മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ? അപ്പൊ മനുഷ്യന്മാര് പറയും, പടച്ചോനെ ബലാ ഖദ് ജാഅനാ നദീർ. എല്ലാം പറയാൻ, നിസ്കരിക്കണോന്ന് പറയാൻ, നോമ്പ് നോക്കണോന്ന് പറയാൻ, സ്വതക്ക ചെയ്യണോന്ന് പറയാൻ, ദീനിന്റെ മജ്ലിസിൽ കടന്നിരിക്കണോന്ന് പറയാൻ ഒരുപാട് മുന്നറിയിപ്പുകാരൊക്കെ വന്നിട്ടുണ്ട്. ഖുർആൻ വന്നു. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. റബ്ബേ, ഞങ്ങളത് കേട്ടില്ല, നിന്റെ ഖുർആനിലൂടെ പറഞ്ഞത് ഞങ്ങൾ കളവാക്കി റബ്ബേ. ഞങ്ങൾ ഇങ്ങനെ നടന്നു പേരാക്കണ്ണൂരിന്റെ റോട്ടിലൂടെ, പള്ളിയുടെ മിനാരങ്ങളിലൂടെ ഹയ്യ അലസ്വലാ ബാങ്കിന്റെ ധ്വനി മുഴങ്ങുമ്പോഴും എന്റെ ചെറുപ്പക്കാരെ നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് പറയാ, ബൈക്ക് എടുത്തിട്ട് ബാങ്ക് കേട്ട ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്. ബൈക്ക് എടുക്ക ബിലീസ് ഓടുന്നതിനേക്കാൾ സ്പീഡിനോടാ ഇല്ലേ? ബാങ്ക് കേട്ട ഓടുന്ന ടീമാണ്. ഇവിടത്തെ ആളുകൾ എങ്ങനെയാന്നല്ല ഈ പറയുന്നത്. ചില ആളുകൾ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ആ പോക്കിലാണ് നിന്റെ മരണമെങ്കിൽ നിന്റെ ളുഹർ പോയി, അസർ പോയി, ഇശാ പോയി, ഒക്കെ പോയില്ലേ? ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിന്റെ അവസാനം നിങ്ങൾ കരയുന്നൊരു സംഭവം ഞാൻ പറഞ്ഞുതരും. നബി തങ്ങൾ പറഞ്ഞത് ഉറക്കൊന്ന് പറയും. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ ഞങ്ങൾ കളവാക്കി എന്ന് പറഞ്ഞ റബ്ബ് വിടോ? അല്ലാഹ് അപ്പ പറയുമെന്ത്? ലിത്താഗീന മആബാ ലാബതീന ഫീഹാ അഹ്ഖാബാ ലാ യദൂകൂന ഫീഹാ ബർദൻ വലാ ശറാബാ إلا حميما وغساقا جزاء وفاقا. ദുനിയാവിന്റെ പുറത്ത് അടിച്ചു പൊളിച്ച് കളിച്ച് രമിച്ച് സുഖിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ജസാഅൻ വിഫാഖാ, അനുയോജ്യമായ ശിക്ഷ. നിന്നോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് ചെയ്തില്ല, എന്റെ മുമ്പിലേക്ക് വരാനുള്ളവനാണെന്ന് പറഞ്ഞിട്ടില്ലേ? എന്തട ചങ്ങായി നീ ചെയ്യാത്തത്? അല്ലാഹു സമ്പത്ത് തന്നിട്ട് ആ സമ്പത്ത് എന്തുകൊണ്ട് പടച്ചവനിക്ക് വേണ്ടി കൊടുത്തിട്ടില്ല? നിനക്ക് അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ കടന്നു പോകാൻ നിനക്ക് സമ്പത്ത് തന്നു, സൗഭാഗ്യം തന്നു, ആരോഗ്യം തന്നു, ഇസ്സത്ത് തന്നു, എന്തുകൊണ്ട് നീ ചെയ്തിട്ടില്ല? ജസാഅൻ വിഫാഖാ. അല്ലാഹു നോക്കിയിട്ട് പറയാൻ, യോജിച്ച ശിക്ഷ, യോജിച്ച ശിക്ഷ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ പറഞ്ഞ പെട്ടുപോകും വാപ്പാ, പറഞ്ഞാ പെട്ടുപോകും. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ കടന്നു വരിക. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത്, ഉദ്കുറിൽ മനിയ, നമ്മളെ രക്ഷപ്പെടുത്താൻ, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഉപദേശം മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉദ്കുറിൽ മനിയ, മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരിക. അതുകൊണ്ടാണ് മരണം വിളിച്ചു പറയുന്നത്, അല്ലാഹുവേ, പ്രിയപ്പെട്ട കൂട്ടുകാരുടെ, നിങ്ങളുടെ ചങ്കാണ് കരളാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാൻ. പിന്നെയോ ബൈന സൗജി വസ്സൗജ,
ഒരേ കട്ടിലിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ, ഒരേ കട്ടിലിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ്, ഭാര്യ അറിയാതെ ഭർത്താവിന്റെ, ഭർത്താവ് അറിയാതെ ഭാര്യയുടെ, ഉമ്മ അറിയാതെ മക്കളുടെ, മക്കൾ അറിയാതെ ഉമ്മയുടെ ആത്മാവിനെ പിടിക്കുന്ന മരണമാണ് ഞാൻ. നമ്മളെല്ലാവരും കണ്ടുപോയതല്ലേ തുർക്കിയിൽ 40,000-ൽ പരം ആളുകൾ മരിച്ചുപോയത്. റബ്ബേ, ആ കെട്ടിടത്തിന്റെ അകത്തട്ടില് എത്രയോ കുരുന്ന മക്കളും മരിച്ചു വീണിട്ട് ഉമ്മ പൊട്ടിക്കരഞ്ഞ് മോനെ മോനേന്ന് വിളിച്ച് കരഞ്ഞ രംഗം നമ്മൾ കണ്ടില്ലേ? നമ്മൾ കണ്ടുപോയ ഒരു വീഡിയോ ഉണ്ട്. എന്തെന്നറിയുമോ? ഒരു കെട്ടിടത്തിന്റെ മുമ്പിൽ, പൊളിഞ്ഞു വീണ കെട്ടിടത്തിന്റെ മുമ്പിൽ കുഞ്ഞുമോന്റെ കൈ കാണുമ്പോ ആ കയ്യിൽ വന്ന് പിടിച്ചിട്ട് പ്രസവിച്ച വയറ്റിന്റെ നോവറിയുന്ന ഉമ്മ പൊട്ടിക്കരഞ്ഞിട്ട് ആളുകളെ വിളിച്ചിട്ടു പറയാ, എന്റെ പൊന്നുമോന്റെ കൈകൾ കണ്ടേ, ഞാനിവിടെ നിന്ന് പോകുമ്പോ ഈ വീട്ടിന്റെ ഉള്ളിൽ എന്റെ പൊന്നുമക്കളെ ഒരുമിച്ചാക്കിയിട്ട്, എന്റെ ഭർത്താവിനെ ഒരുമിച്ചാക്കിയിട്ടാണ് ഞാൻ കടന്നു പോയത്. ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടത്തിന്റെ അകത്തട്ടില് എന്റെ പുന്നാര മക്കള് പിടഞ്ഞ് മരിച്ചു കിടപ്പുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ ഒന്നെടുക്കാമോ? ഒരു ഉമ്മ വന്നിട്ട് നിലവിളിച്ച് കരയുമ്പോ രക്ഷാപ്രവർത്തകര് വന്നിട്ട് രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് സമയമില്ല, അവിടെ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞു. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുമ്പോ 3 മക്കളിൽ ഒരാൾ മരിച്ചിട്ടില്ല, 3 മക്കളിൽ ഒരാൾ മരിച്ചിട്ടില്ല. പ്രിയപ്പെട്ട പുന്നാര ഉമ്മ കുട്ടിയെ കണ്ടപാടെ ചാടിയങ്ങിറങ്ങി പൊന്നുമകനെ എടുത്തിട്ട് കവിൽ തടത്തിൽ തുരുതുരാ മുത്തം കൊടുക്കുമ്പോ പൊന്നുമകന്റെ കൈ അവിടെ നിന്ന് ഒരു ഭാഗം അവിടെ നിന്ന് അസ്ഥിയെല്ലാം കാണുന്ന കോലത്തില്, കണ്ണുകളൊക്കെ പുറത്തു വരുന്ന കോലത്തില്, വല്ലാതെ ഒന്നും കഴിക്കാതെ വിഷന്ന് കൊണ്ട് കിടക്കുന്ന ആ കുഞ്ഞുമോനെ കണ്ടപ്പോ വാരിയെടുത്ത് മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മാന്റെ കുട്ടി കരയല്ലേ, ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾ കണ്ടതല്ലേ. അവിടെ ആ കുഞ്ഞുമോനെ രക്ഷിക്കാമെന്ന ആളുകളുടെ കരങ്ങളിലേക്ക് അങ്ങ് കൊടുത്തിട്ട് ചതഞ്ഞരഞ്ഞ് കിടക്കുന്ന പൊന്നുമക്കളെ വാരിയെടുക്കുമ്പോ അവിടെ ആ കുഞ്ഞുമക്കളെ ചേർത്ത് പിടിച്ചിട്ട് കൈയവിടെ ചതഞ്ഞു പോയ, തലച്ചോറ് തെറിച്ചു പോയ, കാല് പൊളിഞ്ഞു പോയ, നെഞ്ചിന്റെ പുറത്ത് കട്ട വന്ന് വീണ അങ്ങനെ കിടക്കുന്ന 3 മക്കളെ വാരി പിടിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് കരഞ്ഞത് നിങ്ങൾ കണ്ടതല്ലേ. അവസാനം ഒരു കൈയെടുത്തിട്ട് കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവേ, ഇതെന്റെ മൂത്ത മകന്റെ കരങ്ങളാണല്ലോ റബ്ബേ. ആ ഉമ്മ കരഞ്ഞിട്ട് പറഞ്ഞത്, നാളെ എന്റെ ഈ പൊന്നുമോന്റെ ഈ കരങ്ങൾ പിടിച്ചിട്ട് അള്ളാന്റെ സ്വർഗത്തിൽ കടക്കാൻ എനിക്ക് തൗഫീക്ക് തരണേ അല്ലാ, അള്ളാന്റെ സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. പൊട്ടി പൊട്ടി കരഞ്ഞു പോയിട്ട് ആ പെണ്ണ് പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾ കേട്ടതാണ്. അല്ലാ, ഈ ദുനിയാവിന്റെ പുറത്ത് ഒരാളും ജീവിച്ചിരിക്കാൻ നീ വിചാരിക്കണമല്ലോ. നീ വിചാരിച്ചപ്പോ എന്റെ ഭർത്താവിനെ കൊണ്ടുപോയി, എന്റെ 3 മക്കളെ കൊണ്ടുപോയി, ഞാനും ചതഞ്ഞരഞ്ഞ ഒരു കുട്ടിയും മാത്രമായല്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഒരൊറ്റ രാത്രി കൊണ്ട്, 1 മണിക്കൂർ കൊണ്ട് സ്വന്തം മക്കൾക്ക് ഉമ്മയെ നഷ്ടപ്പെടുത്താ, മക്കൾക്ക് ബാപ്പയെ നഷ്ടപ്പെടുത്താ, ബാപ്പയ്ക്ക് ഭാര്യ, അല്ലാഹുവേ ബാപ്പയ്ക്ക് മക്കളെ നഷ്ടപ്പെടുത്താൻ, ഭർത്താവിന് ഭാര്യയെ നഷ്ടപ്പെടാ, ഭാര്യയ്ക്ക് ഭർത്താവിന് നഷ്ടപ്പെടാ 1 മണിക്കൂർ വേണ്ടല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് മരണം പടച്ചവന്റെ ഗഗനലോകത്തു നിന്നിട്ട് ഭൂമി ലോകത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു പറയുന്നത്, വഉഫർരിഖു ബൈന സൗജി വസ്സൗജാ, വഉഫർരിഖു ബൈന സൗജി വസ്സൗജാ. അല്ലാഹുവേ, ഭാര്യയുടെ ഭർത്താവിന്റെ ഇടയിൽ വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാൻ. അതുമാത്രവുമല്ല, വഉഫർരിഖു ബൈനൽ അഖീ വൽ അഖവാ, സഹോദരങ്ങളുടെ ഒരുമ്മയുടെ 6 മക്കളെയും ഒരുപോലെ കൊണ്ടുപോകാ കെൽപ്പുള്ള ഒന്നാണ് ഞാനെന്ന് വിളിച്ചു പറയുമ്പോ സഹോദരങ്ങളെ, ഈ തൊട്ടടുത്തല്ലേ ഗാളിമുഖത്തെ പ്രഭാഷണത്തിന് പോകുമ്പോ
അവിടെ ഒരു ഖബറിന്റെ ചാരത്ത് പോയി. അവിടെ ഉള്ള ഖബറിന്റെ ചാരത്തേക്കൊന്ന് കടന്നു പോകുമ്പോ ആ വലിയ ഖബറിന്റെ തൊട്ടപ്പുറത്തു തന്നെ ഒരു കുഞ്ഞു ഖബർ കാണുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇതാരുടെ ഖബറാണ്? ഉടൻ തന്നെ അത് കൂടെ ഉള്ള സംഘാടകർ പറഞ്ഞു, ഉസ്താദേ, ഒരേ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന ഉമ്മയുടെയും മകളുടെയും 3 വയസ്സുള്ള പൊന്നുമകളുടെയും ഖബറാണ്. ഈ പള്ളിക്കകത്ത് 2 മക്കൾ ഖുർആൻ പഠിക്കുന്നുണ്ട്. ഇന്നാ ഭർത്താവ് ഷാനവാസ് സങ്കടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ അവര് പറയുമ്പോ, എനിക്കുമുണ്ട് 3 വയസ്സുള്ളൊരു മകള്. പച്ചമണ്ണാകുന്ന ഖബറിന്റെ അകത്തട്ടിൽ 3 വയസ്സുള്ള പൊന്നുമോള് കിടക്കുന്ന ആ രംഗം കൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റോ? ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞുമോളെ അവസ്ഥ അറിയോ? ഉമ്മാന്റെ മാറത്ത് ചേർന്ന് കിടക്കേണ്ടുന്ന പൊന്നുമോള് പച്ചമണ്ണിൽ ഉമ്മ കിടക്കുമ്പോ ഉമ്മാന്റെ അരികത്ത് ചേർന്ന് കിടക്കുന്നുവെങ്കില് ആ പ്രിയപ്പെട്ട പുന്നാര ചെറുപ്പക്കാരൻ എന്റെ കൈ പിടിച്ചിട്ടു മക്കളെ മാറ്റി നിർത്തിയിട്ടു പറഞ്ഞത്, ഉസ്താദേ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എനിക്ക് സമാധാനമില്ല. കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണുന്ന ഖബറിലാണ് ഈ 3 മക്കളെ ബാക്കി വെച്ച് ഒരു മോളുമായിട്ട് കടന്നു പോയവളാ. സമാധാനം കിട്ടാൻ ദുആരക്കണമെന്ന് പറഞ്ഞു പോയെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ ഇടയില് വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാനെന്ന് മരണം വിളിച്ചു പറയുമെന്ന് പറഞ്ഞതാരെന്നറിയോ? ഒരിക്കലും കളവ് പറയാത്ത റിസാലത്തിന്റെ ചുണ്ടിന്റെ ഉടമസ്ഥരായ സർവറെ ആലം സർക്കാരെ മുജസ്സം താജ്ദാരെ മദീന നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്കൊന്നു പറയും, നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എന്ത് വിചാരിച്ചു പൊന്നാര വാപ്പമാരെ, ഞാനും നിങ്ങൾ ഇങ്ങനെ പോവാൻ? ഈ സദസ്സിൽ നിങ്ങൾ എഴുന്നേറ്റ് പോകുന്ന എന്തുറപ്പാണുള്ളത്? ഈ വഅദ് പറഞ്ഞ് ഞാൻ ഫുള്ള് പൂർത്തിയാക്കുന്ന എനിക്കല്ല ഉറപ്പുണ്ട്? ഇല്ല. എത്ര ഖബർ കണ്ടു, എത്ര ആളുകളുടെ മയ്യത്ത് കൊണ്ടുപോയി, എന്നിട്ട് പോലും നമുക്കൊരു മാറ്റമില്ല. നമ്മളും പോണം. നാളെ കിടക്കുന്ന വീട് അല്ലാ ഖബറെന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. നാളെ കിടക്കുന്ന വീട് അല്ലാ ഖബറെന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര. ആരാരും ഇല്ലാത്ത വീട് അല്ലാ ഖബറെന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. ഞാനും നിങ്ങളൊക്കെ പോകണം ആ ഖബറില്. നമ്മൾ എത്ര ആളുകളെ കൊണ്ടുവന്ന് ഖബറിൽ വെച്ചോരാൻ, എത്ര ആളുകളുടെ മയ്യത്ത് നിസ്കരിച്ചോരാൻ നമ്മൾ ചിന്തിക്കാറില്ല, നമ്മൾ ഓർക്കാറില്ല. അതുകൊണ്ട് മരണത്തെ പറ്റി ഓർത്തുകൊണ്ട് കടന്നു വരികയാണെങ്കിൽ അവന്റെ നിസ്കാരത്തിന് മാറ്റമുണ്ടാകും. അവൻ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഏത് പ്രവർത്തനമാണോ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാകുമെന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വാള് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ അവസാനം വരെ, ഈ വാള് ഞാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുന്നതിന്റെ അവസാനം വരെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റണമെങ്കിൽ അള്ളാഹുവേ അടുത്തൊരു സെക്കൻഡിൽ ഞാൻ മരിച്ചാലോ? അവർ ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഉസ്താദ് സുബഹി വരെ വാള് പറഞ്ഞോളൂ. എന്താ കാര്യം? അള്ളാന്റെ മലക്കൾ നിങ്ങൾക്ക് കൊണ്ട് ദുആ ചെയ്യാൻ, പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി റബ്ബിനോട് പറയാൻ ഇല്ലേ എന്ന് പറഞ്ഞു. ഒരു പേടിയും പേടിക്കണ്ട, തങ്ങൾ വന്ന് അപ്പം നിർത്തി തരും. അള്ളാഹു നമ്മുടെ മജ്ലിസിനെ കബൂലാക്കട്ടെ.
ഉറക്കെന്ന് പറയും വാപ്പ, നിങ്ങളുടെ ആമീന വേണ്ട, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ, നമ്മുടെ മജ്ലിസിനെ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹുവെ ജീവിച്ചിരിക്കുമ്പോൾ ആഫിയത്തുള്ള ദീർഘായുസ്സും, വിട പറയുന്ന സമയത്ത് ഉറക്കെ നല്ല സ്ഥലത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി ആഖിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചിന്ത നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ വേണം. ഞാൻ നിങ്ങൾക്കൊരു അനുഭവം പറഞ്ഞു തരാം. എന്തിനാണെന്നറിയോ? അനുഭവങ്ങൾ പറയുമ്പോ ഞാൻ നിങ്ങളുടെ സമയം കൊന്നുകളയാനല്ല, മനുഷ്യ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരോട് പറയാൻ. നമ്മളിങ്ങനെ നടക്കാൻ ഇപ്പോഴൊന്നും പോകൂല, അടുത്ത സെക്കൻഡൊന്നും പോകൂലെന്ന് അല്ലേ? طويلا ولا تدري إذا جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير علة وكم من مريض عاش دهرا إلى دهري تؤمل في الدنيا طويلا ولا تدري. ദുനിയാവിന്റെ പുറത്ത് കാലാകാലം ജീവിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അള്ളാഹ് എത്ര പെട്ടെന്ന് സമയം പോണത്. നമ്മുടെ കണ്ണ് നിറയുന്ന 10 കാര്യം പറഞ്ഞത് നബി തങ്ങൾ പറഞ്ഞത്. അള്ളാഹു കേൾക്കാനും പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞ ആമീന് പൈസ ഒന്നും കൊടുക്കണ്ട, അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു തആല കബൂലാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ ദുനിയാവിന്റെ പുറത്ത് കാലാകാലം ജീവിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. മരണത്തിന് രോഗം വേണോ? ഒരു ക്യാൻസർ വന്നിട്ട് അങ്ങനെ വർഷങ്ങളോളം കിടക്കണോ? അറ്റാക്ക് വന്നാലേ മരിക്കൊള്ളുന്നുണ്ടല്ല, രോഗമൊന്നും വേണ്ട. നടന്നുപോയ ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ പേരാൽ കണ്ണൂരിന്റെ ഭാഗത്തുകൂടെ കടന്നുപോയ ചെറുപ്പക്കാരൻ കുറച്ചു കഴിഞ്ഞപ്പോ മിസ്ബാഹ് ഉസ്താദ് വിളിച്ചിട്ട് പറയാ, ഇന്നതുപോലെ അന്ന് കണ്ട ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ടുന്ന ആവശ്യമില്ല. അള്ളാന്റെ തീരുമാനാണ്. വിളിച്ചാ പോയേ പറ്റുള്ളൂ, ഏത് സെക്കൻഡിൽ വിളിച്ചാലും പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരോട് ചോദിക്കുകയാണ്, ഇന്നിവിടെ ഇരിക്കുന്നവരെ, നാളെ നേരം വെളുക്കുമ്പോ നിങ്ങൾ ഉണ്ടാകുമോ? നേരം വെളുത്തിട്ട് വൈകുന്നേരം നിങ്ങൾ എത്തുമോ? അല്ലാഹു കമ്മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകമ്മിൻ മരീലിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. ദുനിയാവിന്റെ പുറത്ത് നടക്കുമ്പോ മരണത്തിന് രോഗം വേണോ? വേണ്ട. ആരോഗ്യമുള്ള തന്റെ ഇടമുള്ള എത്രയോ ചെറുപ്പക്കാര് പെട്ടെന്ന് മരിച്ചു. എന്നാ ക്യാൻസർ പോലെ, അപസ്മാരം പോലെ, അറ്റാക്ക് പോലെ ഉള്ള രോഗങ്ങൾ വന്നിട്ട് എത്രയോ ചെറുപ്പക്കാർ വർഷങ്ങളോളം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മരണത്തിനൊരു രോഗവും വേണ്ട. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്ക് വേണ്ടി, ഉമ്മമാർക്ക് വേണ്ടി ഒരു ചരിത്രം പറഞ്ഞു തരാ. അല്ലാഹുവേ, പള്ളി ദറസിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു മുത്തഅല്ലിമായ ഒരു ചെറുപ്പക്കാരന്, ഞങ്ങളോടൊപ്പം തഫ്സീർ വരെ ഓതിയവന്, വീടിന്റെ ദുഃഖങ്ങൾ കാരണം, ബാപ്പയില്ലാത്ത സങ്കടം കാരണം ഉസ്താദിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, അല്ലാഹു എനിക്ക് 4 സഹോദരിമാരെ തന്നിട്ടുണ്ട്. പക്ഷേ 4 സഹോദരിമാരും വിവാഹപ്രായമായി കൊണ്ടിരിക്കുകയാണ്. അവരെ വിവാഹം കഴിപ്പിച്ചേക്കാ എനിക്കൊരു നിവർത്തിയില്ല. എന്റെ ഉപ്പ ചെറുപ്പത്തിലെ മരിച്ചതാണ്. എന്റെ ഉമ്മ അയൽവക്കത്തുള്ള വീട്ടിൽ പോയി ജോലി ചെയ്തിട്ട് കിട്ടുന്നത് കൊണ്ട് വന്നിട്ടാ എന്റെ പെങ്ങന്മാര് കഴിയുന്നത്. എനിക്ക് 21 വയസ്സായി ഉസ്താദേ. അതുകൊണ്ട് എനിക്കൊരാൾ വിസയൊക്കെ തരാമെന്ന് പറഞ്ഞു. ഉസ്താദിന്റെ അനുവാദമുണ്ടോ? ഞാൻ പ്രവാസ ലോകത്തേക്ക് കടന്നു പോകാമെന്ന് പറയുമ്പോ ഉസ്താദ് അനുവാദം കൊടുക്കുമ്പോ ചെറുപ്പക്കാരെ ഉമ്മാന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഉമ്മ, ഉസ്താദ് അനുവാദം തന്നിട്ടുണ്ട് ഉമ്മ, അതുകൊണ്ട് പോകട്ടെ. എന്നിട്ട് പറഞ്ഞു, ഉമ്മ,
ടിക്കറ്റ് എടുക്കാൻ കയ്യിലൊന്നുമില്ല. ഉമ്മ കഴുത്തിൽ കിടന്നിരുന്ന മാല ഊരി മകന്റെ കയ്യിൽ കൊടുത്തു. മോനെ, നീ ഇത് കൊണ്ടുപോയിട്ട് വിൽക്കുക, ഇത് വിറ്റിട്ട് കിട്ടുന്നത് കൊണ്ട് വന്നിട്ട് നീ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക. അങ്ങനെ ഉമ്മാന്റെ കവിൽ തടത്തിൽ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ട് എന്നെ അസറിന്റെ ആ സമയത്ത് വിളിച്ചു. ഷമീറെ, എനിക്ക് ടിക്കറ്റിന് ഉമ്മ മാല തന്നിട്ടുണ്ട്, ഇതൊന്ന് വിൽക്കണം, നമുക്ക് കൊണ്ടുപോയി വിറ്റിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ഞങ്ങളത് കൊണ്ടുപോയി വിൽക്കാൻ തീരുമാനിച്ചു. അന്ന് കിട്ടിയ പൈസക്ക് നമ്മളത് കൊടുത്തു. ടിക്കറ്റ് എടുത്ത് നല്ലതുപോലെ പോകാൻ ഒരുങ്ങുകയാണ്. ഉസ്താദിന്റെ മുമ്പിൽ വന്ന് ഉസ്താദിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, പഠിത്തം നിർത്താൻ കൊതിയുണ്ടായിട്ടല്ല, ജീവിതത്തിന്റെ സാഹചര്യം കൊണ്ട് കടന്നു പോവുകയാണ്, ജീവിതത്തിന്റെ സങ്കടം കൊണ്ട് കടന്നു പോവുകയാ എന്റെ പൊന്നാര ചെറുപ്പക്കാരാ. അങ്ങനെ കടന്നു പോയിട്ട് ഒരു കൊല്ലം കഴിയുമ്പോ ഒന്നാമത്തെ സഹോദരിയുടെ നിക്കാഹ് കഴിഞ്ഞു. രണ്ടാമത്തെ കൊല്ലം രണ്ടാമത്തെ സഹോദരിയുടെ നിക്കാഹ് കഴിഞ്ഞു. മൂന്നാമത്തെ കൊല്ലം മൂന്നാമത്തെ സഹോദരിയുടെ നിക്കാഹ് കഴിഞ്ഞു. അവിടെ നിന്ന് ഇനി ഉള്ളത് സുഫൈദ എന്ന് പറയുന്ന പൊന്നുപെങ്ങള് മാത്രമാണ്. സുഫൈദ എന്ന് പറയുന്ന പൊന്നുപെങ്ങള് മാത്രമാ. ഉമ്മയെ വിളിച്ചു, ഉമ്മ. അതിനു മുമ്പ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ, ഉമ്മയെ കാണാ കൊതിയാവുന്ന എനിക്ക്. എത്ര കൊല്ലമായി ഞാൻ കടന്നു വന്നിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഓടിപ്പോയിട്ട് ഉമ്മാന്റെ കവിൽ തടത്തിൽ മുത്തം കൊടുക്കുന്നവനല്ലേ, ഇന്ന് വന്നിട്ട് 4 കൊല്ലമായില്ലേ, അതുകൊണ്ട് എനിക്ക് നാട്ടിലൊന്ന് വരണമെന്ന് തോന്നുകയാണ് എന്ന് പറഞ്ഞ് വേദനയോടെ സങ്കടത്തോടെ ദുഃഖത്തോടെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഉമ്മാനെ വിളിച്ചു, ഉമ്മ, ഞാൻ നാട്ടിലേക്ക് വരാ പോവുകയാണ് ഉമ്മ. ഉമ്മാടെ മനസ്സിന് സന്തോഷമായി. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ ഉമ്മ പറഞ്ഞു, മോനെ, നീ അറിഞ്ഞോ, എന്റെ പൊന്നുമോ കടന്നു വരികയാണ്. എനിക്ക് വലിയ സന്തോഷമായി മോനെ, അവന്റെ വരവ് കാത്തിരുന്നവനല്ലേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ കരഞ്ഞ ഉമ്മ. ഉമ്മ പറഞ്ഞു, മോനെ, മോളെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പൊന്നുമോളെ കയ്യിൽ ഫോൺ കൊടുത്തു. എന്റെ മകൾക്കൊരാലോചന വന്നു. നല്ല ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ചു നിക്കാഹ് ഉറപ്പിക്കുകയാണ്. എന്താ പൊന്നാര ചെറുപ്പക്കാരൻ കുഞ്ഞിപ്പെങ്ങളെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞത്, മോളെ, ആർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യം നിനക്ക് കിട്ടാൻ പോവുകയാണ്. നിന്റെ കല്യാണത്തിന്, നിന്റെ നിക്കാഹിനെ കൈപിടിച്ചു കൊടുക്കാ നിന്റെ ഈ കാക്ക വരുമല്ലോ പൊന്നുമോളെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചു വെച്ചു. അന്ന് അസർ കഴിഞ്ഞ് മഗ്രിബിന്റെ ടൈം ആകുമ്പോ അതാ കടന്നു വരുന്നു 2 മുത്തഅല്ലിമുകൾ. വീണ്ടും ഉമ്മാന്റെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുന്നു, ഉമ്മ, എന്ത് വിശേഷമുണ്ടുമ്മ? അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ കൂട്ടുകാരൻ കടന്നു വരാൻ പോവുകയാണ് മോനെ. അൽഹംദുലില്ലാഹ്, ഉമ്മാക്ക് വലിയ സന്തോഷമാ മക്കളെ എന്ന് പറയുമ്പോ ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി. കണ്ണു നിറഞ്ഞു പോയി. എന്തു പറ്റിയെന്ന് പറമോനെ. അപ്പോഴാണ് ഉമ്മാന്റെ മുമ്പിൽ ഒന്നും പറയാതെ മാറിപ്പോകുമ്പോ ആ കൂട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ എല്ലാം മടക്കി പിടിച്ച് സഹിച്ചു നിന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങളോട് ഫോൺ വിളിച്ച് സംസാരിച്ച, നിങ്ങളോട് എല്ലാ വർത്തമാനങ്ങളും പറഞ്ഞ് നിങ്ങളുടെ പൊന്നുമോൾ ഉമ്മാക്കും പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ കൊണ്ടുവരാൻ സാധന സാമഗ്രികളൊക്കെ മേടിച്ചു. അവിടെ നിന്ന് സ്വന്തം വാഹനത്തിൽ കടന്നു പോയതാണ്. ചുട്ടുപടുത്ത് കിടക്കുന്ന റോട്ടിലൂടെ വാഹനം ഓടിച്ചിട്ട് വാഹനത്തിന്റെ ടയർ പൊട്ടിയിട്ട്, അല്ലാഹുവേ, വാഹനം മറിഞ്ഞിട്ട് ഉമ്മാന്റെ പൊന്നുമോ ലോകത്തോട് വിട പറഞ്ഞു പോയുമ്മ. ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞത്, ഒരിക്കലും ഞാൻ വിശ്വസിക്കൂല, ഒരിക്കലും ഞാൻ വിശ്വസിക്കൂല. കുറച്ചു നേരങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചവനാണവൾ. ഉമ്മ, ഞാൻ കടന്നു വരുന്നുവെന്ന് പറഞ്ഞവനാണവൾ. മക്കളെ, നിങ്ങൾക്ക് ആള് മാറിയതാണോ? വേറെ നിങ്ങൾ എന്നെ പറ്റിക്കുകയാണോ? ഇല്ല ഉമ്മ, നിങ്ങളെ പറ്റിക്കുവാനോ
നിങ്ങളെ കളിയാക്കുവാനോ ഞാൻ ആളല്ല. പൊന്നാര മകൻ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്ന് പറയുമ്പോ തളർന്നു വീണ ഉമ്മ, പൊട്ടിക്കരഞ്ഞ സഹോദരിമാര്, 7-8 ദിവസങ്ങൾ കഴിയുമ്പോ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കൊണ്ടുവരികയാണ് വീട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരുമ്പോ ചതഞ്ഞരഞ്ഞ ശരീരങ്ങളല്ലേ കൊണ്ടുവച്ചിട്ട് മയ്യത്തിന്റെ അടപ്പെടുക്കണമെന്ന് പറയുമ്പോ ആളുകൾ പറഞ്ഞു പറ്റൂല, ദിവസങ്ങളായ മയ്യത്താണ്, ഇതിന്റെ മൂടിയെടുത്തു മാറ്റാൻ പറ്റൂല എന്നു പറയുമ്പോഴാണ് ഒരാൾ പോയിട്ട് ഉമ്മയെ കൊണ്ടുവരുന്നത്. ആ ഉമ്മ ഒരു ഭ്രാന്തിയെ പോലെ മുടിയൊക്കെ വാരിപ്പിരുത്തിട്ട് പുന്നാര മകന്റെ മുമ്പിലേക്ക് അങ്ങ് കടന്നു വന്നു. മോനെ എന്ന് വിളിച്ച് കരയുമ്പോ ആയിരക്കണക്കാന ഉസ്താദുമാര് മുത്തല്ലിമുകൾ അവിടെയുണ്ട്. ഉമ്മാന്റെ കുട്ടി എന്തേ ഇങ്ങനെ കിടക്കുന്നത് മോനെ? ഉമ്മയോട് ഒന്നും പറയാനില്ലാതെ, ഉമ്മയോട് വർത്തമാനം പറയാനില്ലാതെ ഉമ്മാന്റെ കുട്ടി കിടക്കാണോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നവരോട് പറഞ്ഞു, മോനെ ഇതൊന്ന് തുറന്നു തരാമോ? ഉമ്മ പറ്റൂല ഉമ്മ, ദിവസങ്ങളായ മയ്യിത്തല്ലേ, തുറക്കാൻ പറ്റൂലെന്ന് പറയുമ്പോ ആ ഗ്ലാസിന്റെ പുറത്ത് ചുടുമുത്തം കൊടുത്ത് കെട്ടിയങ്ങ് പിടിച്ചിട്ട് പറയുന്നു, അല്ലാ ഈ ഉമ്മാക്ക് പൊന്നുമോനെ ഒന്ന് തൊടാൻ പോലുമുള്ള അവകാശമില്ലേ റബ്ബേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോ ഇളയ പെങ്ങള് സുഫൈദ എന്ന് പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഉസ്താദുമാരവിടെയുണ്ട്. ഓടി വന്നിട്ട് പറയാ, ഇക്കാ എല്ലാ സഹോദരിമാർക്കും ലഭിക്കാത്ത സൗഭാഗ്യം എനിക്കു ലഭിക്കുമെന്ന് പറഞ്ഞപ്പോ അതിങ്ങനെ എൻ്റെ ഇക്ക എന്നോട് മിണ്ടാതെ, എന്നോട് സംസാരിക്കാതെ, എന്നോട് ഒന്നും പറയാതെ ഇങ്ങനെ ചലനമറ്റ ശരീരവുമായിട്ട് കിടക്കുന്ന കാര്യമാണോ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ അന്ന് 3-ന്റെ അന്ന് ആ വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെന്നപ്പോ ഉമ്മ ഒരു മാലയെടുത്ത് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മോനെ എവിടെങ്കിലും വഅദിന് പോകുമ്പോ അനാഥ മക്കള് പഠിക്കുന്ന അനാഥ മന്ദിരത്തില് ഈ സ്വർണമാലയങ്ങ് കൊടുക്കണം. ഉമ്മാന്റെ കുട്ടി ഉമ്മക്ക് വേണ്ടി മേടിച്ചതാണ്. എന്റെ പൊന്നുമോന്റെ ഖബർ പ്രകാശിക്കട്ടെ, എന്റെ പൊന്നുമോന്റെ ഖബർ വിശാലമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ അല്ലാഹുവേ 20 വയസ്സുള്ള, 26 വയസ്സുള്ള, 30 വയസ്സുള്ള, 33 വയസ്സുള്ള ചെറുപ്പക്കാരാ ഇപ്പോഴും മരിക്കൂല. ഇനിയും ഒരുപാട് മാസങ്ങളുണ്ട്, മണിക്കൂറുകളുണ്ട്, ദിവസങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ പുറത്തുകൂടെ അടിച്ചു പൊളിച്ചു കളിച്ച് രമിച്ചു സുഖിച്ചിട്ട് മുന്നോട്ട് പോകാ എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് റബ്ബിലേക്ക് മടങ്ങിക്കോ. അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചോ, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തോ, അല്ലാഹുവിന് വേണ്ടി നന്മകൾ ചെയ്തുകൊണ്ട് കടന്നു വന്നു. ദുനിയാവിന് ഇത്രയേ ഉള്ളൂ. പൊന്നാര ചെറുപ്പക്കാരെ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കല്ല, സ്നേഹം കൊണ്ട് പറയാൻ. നമുക്കിപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മൾ നന്മകൾ ചെയ്യണം. നിങ്ങൾ ഇരിക്കുന്നില്ലേ, അത് എന്നെ കണ്ടിട്ടല്ല, എൻ്റെ വാളിൻ്റെ കൊഴുപ്പ് കൊണ്ടിട്ടുമല്ല. ഈ ഇരിക്കുമ്പോൾ, നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ അല്ലാഹുവേ നിങ്ങളറിയാതെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ, സങ്കടങ്ങൾ മാറാൻ, കണ്ണീരുകൾ മാറാൻ അള്ളാന്റെ മലക്കുകൾ വലയം ചെയ്തിട്ട് ഇങ്ങക്ക് വേണ്ടി ദ്വാരക്കല്ലേ. അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നോളി. അള്ളാഹു ഈ മജ്‌ലിസിലിരിക്കുന്ന എല്ലാവർക്കും ആഖിബത്ത് നീ നന്നായി കൊടുക്കണേ പടച്ചോനെ. ചില ആളുകളൊക്കെ നമ്മൾ കണ്ടില്ല, മരിക്കണ സമയത്ത് കണ്ണ് പുറത്തു വന്ന്, മലം പുറത്തു വന്ന്, നാക്ക് പുറത്തു വന്ന്, അല്ലെ നാൽക്കാലികൾ ചത്തുപോകുന്നത് പോലെ എത്ര ആളുകളാണ്. അള്ളാഹു അപകട മരണങ്ങളൊക്കെ തൊട്ട് നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഈ ഇരിക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരെയും, എൻ്റെ പ്രിയപ്പെട്ട പൊന്നാര ചെറുപ്പക്കാരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ ബൈക്കിലൊക്കെ പോകുമ്പോൾ വളരെ കുറച്ച് സ്പീഡ് കുറച്ച് പോവുക. ചില ആളുകൾ പോകുന്നത് പടച്ചോനില്ല വണ്ട് പോണവരാണ്, ഇല്ല വെട്ടിലാണ്, ഒന്നും അറിയാൻ പറ്റില്ല. നമ്മുടെ വണ്ടിയുടെയൊക്കെ ഒറ്റ പോക്കാൻ, അതൊക്കെ ഒന്ന് മാറ്റണം. നിങ്ങളെ പ്രതീക്ഷിച്ച് 20 വയസ്സുള്ള 22 വയസ്സുള്ള നിങ്ങളാകുന്ന ചെറുപ്പക്കാരെ പ്രതീക്ഷിച്ചിട്ട് കാത്തിരിക്കുന്നൊരു ഉമ്മയും ഉപ്പയുണ്ട് നിങ്ങൾക്ക്. എൻ്റെ കുട്ടി വളർന്നല്ലോ, എൻ്റെ മകൻ വളർന്നല്ലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നൊരു ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ മുമ്പിൽ ചതഞ്ഞരഞ്ഞ ശരീരങ്ങൾ കൊണ്ടുവെക്കുന്നൊരവസ്ഥ വരരുത്. നമുക്ക് എത്തേണ്ടുന്ന സ്ഥാനത്ത് എത്തിയാൽ പോരെ, സാവധാനം പോണം. സ്നേഹം കൊണ്ട് പറയാൻ, എത്രയോ അപകടങ്ങൾ പാതിരാത്രികളിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ണിൻ്റെ മുമ്പിൽ എത്രയോ ചെറുപ്പക്കാര് കൺമുമ്പിൽ വന്നിട്ട് ബൈക്കിൽ വീണിട്ടുണ്ട്. പാതിരാത്രി ഞങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ എത്രയോ യുവാക്കളുടെ കഥകളുണ്ട്.
അല്ലെ? അവിടെ നിന്ന് വീണ് കിടന്നിട്ട് ഒരാൾ പോലും എടുക്കാൻ പോലും മൈൻഡ് കാണിക്കാതെ, നമ്മുടെ കണ്ണൂർ ഭാഗത്ത് വാത് കഴിഞ്ഞു പോകുമ്പോൾ അവിടെ നിന്ന് എടുക്കാൻ പോലും മൈൻഡ് കാണിക്കാതെ ആളുകൾ പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ പറഞ്ഞു, പാവല്ലേ, ചുമന്നിട്ട് പോയി. അവസാനം പിറ്റേ ദിവസം എനിക്കും അദ്ദേഹത്തിന് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. ഏതായാലും പ്രശ്നമില്ല, ഒരു മനുഷ്യന്റെ സങ്കടത്തിൽ കൂട്ടിക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ചിന്തിക്കണമല്ല, ഇപ്പോഴല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ ആ ചിന്തയുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പോണം ചെറുപ്പക്കാരെ, ഏതായാലും പള്ളിക്കാട്ടി പോണം, ഇല്ലേ? മറക്കാൻ പറ്റൂല, മറക്കാൻ പറ്റൂല. അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ, എന്നാണെന്നറിയില്ലേലും എന്നായാലും നമ്മൾ പോണ്ടേ. അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ, എന്നാണെന്നറിയില്ലേലും എന്നായാലും നമ്മൾ പോണ്ടേ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൻ കൂട്. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൻ കൂട്. കൂട്ടുകാരാരും അവിടെയില്ല, കബറെന്ന കൂട്ടിൽ മറ്റാരുമില്ല. കൂട്ടുകാരാരും അവിടെയില്ല, കബറെന്ന കൂട്ടിൽ മറ്റാരുമില്ല. അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോ ആ കബറിടത്തിലേക്ക് പോകുമ്പോൾ നന്മകൾ ഉണ്ടാക്കണം, നിസ്കാരം ഉണ്ടാവണം, നോമ്പുണ്ടാകണം. നിങ്ങൾ ഇരിക്കുന്ന ഇരുത്തുണ്ടല്ലോ, ഇതൊക്കെ നാളത്തേക്കുള്ള വീടാൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പില് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അലിയെ, ഞാൻ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. അതിനിപ്പോ എന്താ ചങ്ങായി? എനിക്ക് നിങ്ങളുടെ കൈ കൊണ്ട് ആ വീടിന്റെ മുമ്പിൽ തൂക്കിയിടാൻ പറ്റിയ 4 വരി കവിത എനിക്ക് എഴുതരണം. അലിയാരങ്ങൾ പേനയും പേപ്പറും എടുത്തു. നിങ്ങൾ ചോദിക്കണ്ട, അന്ന് എവിടെ പേനയും പേപ്പറും? അന്നത്തെ പേനയും പേപ്പറും എടുത്തു. ആ പേനയും പേപ്പറും എടുത്തിട്ട് അലിയാരങ്ങൾ എഴുതി. എന്താ എഴുതിയെന്നറിയോ? എന്തെഴുതിയെന്നറിയോ? لا دار للمرء بعد الموت يسكنها إلا التي وهي قبل الموت بانيها وإن بناها بخير طاب مسكنه وإن بناها بشر خاب بانيها وعمل لدار غدا رضوان خازنها والجار أحمد ورحمن ناشها لا دار للمرء بعد الموت. അലിയാരങ്ങൾ പറയാം, മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല. മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല. ഇല്ലല്ലത്തി വഹിയ ഖബ്ലൽ മൗത്തി ബാനിഹ, മരണത്തിന് മുമ്പ് നീ ഉണ്ടാക്കിയിട്ടുള്ള വീട്. ഏതാണ്? ഇന്ന് നമ്മൾ കിടക്കുന്ന വീടല്ല. അപ്പൊ വീട് വേണ്ടെന്നല്ല, നല്ലൊരു വീട്, നല്ലൊരു ഭാര്യ, സ്വാലിഹത്തായ ഭാര്യ, നല്ലൊരു വാഹനം വേണമെന്ന് മുത്തുനബി ഉറക്കെ പറയും. വാപ്പമാരെ, മുഹമ്മദ് മുസ്തഫ സലാത്തിനൊരു പവർ കിട്ടില്ല. എനിക്ക് ആകപ്പാടെ വേണ്ട സലാത്തുള്ള, വെള്ളമൊന്നും എനിക്ക് വേണ്ട. നബിയുനാ റസൂലുള്ളാഹി, എൻ്റെ നബിയോടാണ് എനിക്കു പ്രേമം, സ്നേഹക്കടലോടാണ് എനിക്കു ദാഹം. ആ സവിധം പോൽ ഉപമയുണ്ടോ ഈ ദുനിയാവിൽ പകരമൊരാൾ? എൻ്റെ നബിയോടാണ് എനിക്കു പ്രേമം, സ്നേഹക്കടലോടാണ് എനിക്കു ദാഹം. ആ സവിധം പോൽ ഉപമയുണ്ടോ ഈ ദുനിയാവിൽ പകരമൊരാൾ? ഉറക്കെ ചൊല്ലും ബാപ്പമാരെ, നബിയുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാ, നല്ല സദസ്സ്. എനിക്കിപ്പോ ലക്ഷക്കണക്കിന് ആള് വേണമെന്നോ ഈ കസേര ഫുള്ള് ആൾ വേണം ഒന്നുമില്ല. സ്വലാത്തു ചൊല്ലുന്ന 10 പേര്, അത്ര ആഗ്രഹമുള്ളൂ. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അപ്പൊ അലിയാർ തങ്ങൾ പറഞ്ഞു, എന്താ നിനക്ക് മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല. ഇല്ലല്ലത്തി വഹിയ ഖബ്ലൽ മൗത്തി ബാനിഹ,
മരണത്തിന് മുമ്പ് നീ പണിതിട്ടുള്ള വീടല്ലാതെ. അതേതാ മരണത്തിന് മുമ്പ് പണിതിട്ടുള്ള വീട്? നിങ്ങൾ ഇരിക്കുന്ന ഇരുത്താണ്, നിങ്ങളുടെ ഖുർആൻ ഓതലാണ്, നിങ്ങളുടെ നിസ്കാരങ്ങളാണ്, നിങ്ങളുടെ അമാലുകളാണ്, നിങ്ങൾ മറ്റൊരാളെ സഹായിക്കുന്ന സഹായമാണ്, നിങ്ങളുടെ ഓരോ അദ്കാറുകളുമാണ്. അതാണ് നാളത്തേക്കുള്ള വീട്. ഇവിടെ വെച്ചുകൊണ്ട് നന്മകളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അള്ളാന്റെ സ്വർഗമുണ്ട്. ഇവിടെ വെച്ചുകൊണ്ട് ചെയ്തത് ഒരുപാട് തിന്മകളും ഒരുപാട് മോശത്തരങ്ങളുമാണ് എന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വാസസ്ഥലം അള്ളാഹുവെ നമ്മൾ പ്രവർത്തിച്ചതിന്റെ കണക്കനുസരിച്ച് അള്ളാഹുവിന്റെ നരകത്തിന്റെ പടുകുഴിയാൻ. അതുകൊണ്ട് അലിയാരങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, നാളത്തേക്കുള്ള വീടിന് വേണ്ടി നീ പരിശ്രമിക്കണം. അതിനാണ് വാപ്പ നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞത്. നിങ്ങൾ എന്നെ കണ്ടിട്ടല്ല ഇരിക്കുന്നത്, നാളത്തേക്കുള്ള വീടിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഏതുവരെ? ഖിയാമത്ത് നാൾ വരെ. ഇവിടത്തെ ജീവിതം നൈമഷികാണ്, ശേഷിക്കുന്നൊരു ജീവിതം ഉണ്ടല്ലേ? എല്ലാ വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട മിസ്ബാഹ് ഉസ്താദ് ഇവിടെ ഓതൂലേ, ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. ഇവിടത്തെ ജീവിതം ഒരു ജീവിതമല്ല, ശേഷിക്കുന്ന ഒരു ജീവിതം വരാനുണ്ട്. അതിനാണ് ഇരിക്കണം നിങ്ങൾ. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ നമ്മൾ മരിക്കുന്ന സമയം, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ മുസ്തിലഹു മാലുഹു വലദുഹു വഅമലുഹു, അവന്റെ അമലുകൾ അള്ളാഹു തആല കാണിച്ചു തരും. ആ കൂട്ടത്തിൽ നമ്മുടെ ഇരുത്തം അള്ളാഹു തആല കാണിച്ചു തരട്ടെ. മനസ്സിൽ തട്ടി പറഞ്ഞോളി വാപ്പാര, ഞാൻ പറഞ്ഞതിന്റെ പേര് പറയണ്ട. അള്ളാഹു ഇരുത്തം അള്ളാഹു തആല കാണിച്ചു തരട്ടെ. അതുകൊണ്ടാണ് നന്മകൾ ചെയ്തുകൊണ്ട് കടന്നു വരിക. എപ്പോഴാണ് പിരിയുന്ന എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മയാകുന്ന മറിയം ബീബി റളിയല്ലാഹു അൻഹയെ വിളിക്കുന്നു, ഉമ്മാ നമുക്ക് തൂരി സീനാ പർവ്വതത്തിന്റെ മലമുകളിൽ പോയി നമുക്ക് നിസ്കരിക്കാവുമ്മ, നമുക്ക് നോമ്പ് നോക്കാവുമ്മ, നമുക്ക് നന്മകൾ ചെയ്ത് അമലുകൾ ചെയ്തിട്ട് നമുക്ക് കടന്നു വരാവുമ്മ. ഉമ്മയാകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹാ മകനാകുന്ന ഈസാ നബി പറയുന്നത് അംഗീകരിക്കുകയാണ്. ഉമ്മയും മകനും തൂരി സീനാ പർവ്വതത്തിന്റെ മലമുകളിലേക്ക് പോവുകയാണ്. അല്ലാഹുവേ, അവിടെ വെച്ചുകൊണ്ട് നോമ്പ് നോക്കുന്നു, നിസ്കരിക്കുന്നു, അമാലുകളൊക്കെ ചെയ്തുകൊണ്ട് കടന്നു വരുന്നു. അങ്ങനെ നന്മകളുടെ വഴികളിലൂടെ കടന്നു വരുമ്പോ ഉമ്മയും മകനും നോമ്പ് നോറ്റ ഒരു ദിവസത്തില് ഭക്ഷണമില്ല, വെള്ളമില്ല, പട്ടിണിയാകുന്ന സമയത്ത് ഈസാ നബി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാനങ്ങ് തൂരി സീനാ പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് പോകാം. എന്റെ ഉമ്മ നോമ്പുകാരിയാണല്ലോ, ഉമ്മക്കുള്ള ഭക്ഷണവുമായിട്ട് ഉമ്മാക്കുള്ള വെള്ളവുമായിട്ട് ഞാൻ കടന്നു വരാ ഉമ്മ. ഉടൻ തന്നെ ഈസാ നബിയോട് മറിയം ബീവി അനുവാദം കൊടുക്കുമ്പോ ഈസാ നബി കടന്നു പോവുകയാണ് തൂരി സീനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത്. ആ സമയത്താണ് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിൽ ആരോ കടന്നു വന്നിട്ട് പറയുന്നു, അസ്സലാമു അലൈക്കി യാ മറിയമ. മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് സലാം പറയുമ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ആരാ? ഉടൻ തന്നെ പറഞ്ഞു, മറിയമേ, അന മലക്കുൽ മൗത്ത്, ഞാനും മലക്കുൽ മൗത്താണ് മറിയമേ, ഞാനും മലക്കുൽ മൗത്താണ് മറിയമേ. എന്തിനാണ് വന്നത്? നിങ്ങളുടെ ആത്മാവിനെ പിടിക്കാനാണ്. ആ സമയം മറിയം ബീവി പറഞ്ഞു, ഇപ്പൊ തന്നെ വേണോ? അതേ മറിയമേ, ഒരല്പസമയത്ത് പോലും പിന്തിപ്പിക്കാൻ പറ്റൂല. എന്നാ ചെറിയ ഒരു ഓഫർ തരുവോ? എന്റെ പൊന്നുമോന് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമു തൂരി സീനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് പോയിരിക്കുകയാണ്. എന്റെ പൊന്നുമകനൊന്ന് മടങ്ങി വരുന്നത് വരെ എന്നെ ഒന്ന് പിന്തിപ്പിക്കുമോ?
എന്റെ മകനൊന്ന് മടങ്ങി വരുന്നത് വരെ എന്നെ ഒന്ന് പിന്തിപ്പിക്കുമോ? ആ സമയത്ത് പറഞ്ഞു മറിയമേ ഇല്ല. നമ്മളും ഇതുപോലെ പറഞ്ഞു പോകൂലേ ബാപ്പമാരെ? മലക്കുൽ മൗത്തിനെ മുമ്പിൽ കാണുമ്പോ ഷമീർ ദാരിമി ഒരു ചോദ്യം ചോദിക്കും, നിങ്ങളൊരു ചോദ്യം ചോദിക്കും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها. അല്ലാഹുവേ, പേരാ കണ്ണൂരിന്റെ പരിശുദ്ധമാക്കപ്പെട്ട വാളിന്റെ സദസ്സിൽ എല്ലാ ദിവസവും മുടങ്ങാതെ കടന്നിരുന്നുകൊണ്ട് ദിക്റുകൾ ചൊല്ലുന്ന, സ്വലാത്തുകൾ ചൊല്ലുന്ന, ആമീൻ പറയുന്ന എന്റെ ഉപ്പമാരെ നമ്മൾ പോലും പറഞ്ഞു പോവുകയാണ്. ഞാൻ എത്രയോ ദിവസങ്ങൾ ഉറൂസിന്റെ പരിപാടിയിൽ പോയി അവിടെ ഇരുന്ന് ദിക്റ് ചൊല്ലിയല്ലോ, അവിടെ ഇരുന്ന് ഖുർആൻ ഓതിയല്ലോ, അവിടെ ഇരുന്ന് സ്വലാത്തുകൾ ചൊല്ലിയല്ലോ. എന്നാൽ എനിക്കൊരല്പസമയം കൂടെ ഒന്ന് തരാമോ? അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പടച്ചവന്റെ പള്ളിയിലേക്ക് ഓടി വന്നുകൊണ്ട് നിസ്കരിക്കാ, നോമ്പ് നോക്കാ, സ്വതക്ക ചെയ്യാ, ഒരുപാട് വഅലിന്റെ സദസ്സുകള് ഇനിയും എനിക്ക് തന്നു പോയാൽ ആ വഅലിന്റെ മജ്ലിസിലേക്ക് ഞാൻ കടന്നിരിക്കാൻ സന്നദ്ധനാണ്. അല്ലാഹുവേ, ഒരല്പസമയം ഒന്ന് തരുമോ എന്ന് മനുഷ്യന്മാര് മുഴുവനും വിളിച്ചു ചോദിക്കുമ്പോ അല്ല പറയുന്നൊരു വാക്കുണ്ട്, കല്ലാ ഇന്നഹാ കലിമതു ഹുവ ഖായിലുഹാ. ഇല്ലടാ, നീ ചെയ്യൂല, നിനക്ക് ഇനിയും അവസരം തന്നാ നിസ്കരിക്കൂല, നീ നോമ്പ് നോക്കൂല, നീ സ്വതക്ക ചെയ്യൂല. എത്ര വഅലിന്റെ മജ്ലിസുകൾ നിനക്ക് തന്നാലും ആ മജ്ലിസിലൊന്നും കടന്നു പോകൂല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ഇന്നിവിടെ വന്നപ്പോ ഒരുപാട് അങ്ങാടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല, അൽഹംദുലില്ലാ. എത്രയോ വഅലിന്റെ മജ്ലിസുകളിൽ പോകുമ്പോ പടച്ചവനെ, വഅലിന്റെ മജ്ലിസിൽ കടന്ന് ഇരിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങാടിയിലും ചന്തയിലുമായിട്ട് അവിടെ ഇങ്ങനെ പരക്കം പായുമ്പോ ഇന്നത്തെ ഖൗമിന്റെ അവസ്ഥ എങ്ങോട്ടാണ് വാപ്പമാരെ? വഅലിന്റെ മജ്ലിസിൽ അല്ലാഹനെ പറ്റി പറയുമ്പോ, റസൂലുള്ളാഹിനെ പറ്റി പറയുമ്പോ, മരണത്തെ പറ്റി പറയുമ്പോ, ഖബറിനെ പറ്റി പറയുമ്പോ അവിടെ സാധനങ്ങൾക്ക് വില ചോദിക്കുന്ന തിരക്കാണ്, അവിടെ പടക്കം പൊട്ടിക്കുന്ന തിരക്കാണ്. അങ്ങനെ മനുഷ്യന്മാര് കടന്നു പോവുകയാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പല സ്ഥലങ്ങളിലും ഉറൂസിന്റെ പരിശുദ്ധമായ സദസ്സിൽ കടന്നു വരുന്നത് ഒരുപാട് ഉപ്പമാരാണ്. ചെറുപ്പക്കാർ കുറവാണ്, അല്പമെങ്കിലും ഈമാനുള്ള ചെറുപ്പക്കാർക്ക് ഇതുപോലത്തെ മജ്ലിസിൽ കടന്നിരിക്കാൻ കഴിയുകയുള്ളൂ. മറ്റത് മുഴുവനും വഴിയോരത്ത് കറങ്ങി നടന്നിട്ട് വായി നോക്കി അടിച്ചു പൊളിച്ച് പിന്നീട് വാളിന് സലാത്ത് ചൊല്ലുമ്പോ വഴിയോരത്ത് കിടന്ന് കറങ്ങിയിട്ട് തിരിച്ചു പോന്ന എത്രയോ ആളുകള് ഒരുപാട് ഉറൂസിന്റെ സദങ്ങളിൽ കണ്ടുപോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ മജ്ലിസ് നല്ല മജ്ലിസാണ്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പം നമ്മൾ പറയും, റബ്ബേ, ഇനി പേരാ കണ്ണൂർ ഒരു ഉറൂസിന്റെ മജ്ലിസ് കിട്ടിയാൽ അവിടെ ഒരു ദിവസമല്ല എത്ര ദിവസം വേണോ റബ്ബേ ഞാൻ പോയിരിക്കാം. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൽ ഖരീബ്, ഒരല്പസമയം തരൂ റബ്ബേ. അല്ല പറയുന്നു, ഇല്ലടാ, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. നിനക്കിനി ജീവിതം തന്നാലും ആയുസ് തന്നാലും നീ നിസ്കരിക്കില്ലെന്ന് എനിക്കുറപ്പാ, നോമ്പ് നോക്കില്ലെന്ന് ഉറപ്പാ, മജ്ലിസുകളിൽ പോയിരിക്കില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നിനക്ക് രക്ഷയില്ല. അതവിടെ നിൽക്കട്ടെ. മറിയം ബീവി പറയാ, എന്റെ പുന്നാര മകൻ ഈസ വന്ന് കടന്നു വരുന്നത് വരെ എന്നെ ഒന്ന് പിന്തിപ്പിക്കുമോ? മലക്കുൽ മൗത്ത് പറഞ്ഞു, ഇല്ല മറിയമേ, ഇല്ല.
ഒരു സെക്കൻഡ് പോലും പിന്തിപ്പിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് കാതോർത്തുകൊണ്ട് കാത്തു നിൽക്കുമ്പോ മകനവിടന്ന് കടന്നു വരുന്നു. ഉമ്മക്ക് ഭക്ഷണവുമായി ഉമ്മക്ക് വെള്ളവുമായിട്ട് കടന്നു വരുന്നു. തുരിസീന പർവ്വതത്തിന്റെ മലമുകളിൽ ഓടി വരുന്ന കാരണം എന്തെന്നറിയോ? ഉമ്മ നോമ്പുകാരിയാണ്. ഉമ്മക്ക് നോമ്പ് തുറക്കാൻ കൊടുക്കണമല്ലോ. അതാ ഭക്ഷണവും വെള്ളവും കൊണ്ടുവന്ന ഈസാ നബി കാണുന്നത് ഉമ്മ കിടക്കുകയാണ്, ഉമ്മ ഉറങ്ങുകയാണ്. കൊണ്ടുവന്ന ഭക്ഷണം ഒരു ഭാഗത്ത് വെച്ചു, കൊണ്ടുവന്ന വെള്ളം ഒരു ഭാഗത്ത് വെച്ചു. അങ്ങനെ ഇരുന്ന് കാത്തിരുന്നിട്ട് ഉണരുന്നില്ല. ഉമ്മാന്റെ അരികത്ത് പോയിട്ട് ഈസാ നബി വിളിച്ചു, ഉമ്മാ ഒന്നെഴുന്നേക്കുവോ ഉമ്മ? ഉമ്മ ഉണരുന്നില്ല. വീണ്ടും ഈസാ നബി കൊണ്ടുവന്ന ഭക്ഷണമെടുത്ത് ഉമ്മയുടെ അരികത്ത് കൊണ്ടുവന്ന് വെച്ച് പുറത്തേക്ക് പോയി. വന്നപ്പോഴും ഭക്ഷണവും വെള്ളവും അതുപോലെ ഇരിക്കുന്നുണ്ട്. ഉമ്മാന്റെ അരികത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മ നോമ്പ് നോറ്റവരൊക്കെ നോമ്പ് മുറിച്ചു ഉമ്മ, എന്റെ ഉമ്മ എഴുന്നേക്കുമോ? ഉമ്മ എഴുന്നേക്കുന്നില്ലല്ലോ. ഉമ്മ അവിടെ നിന്ന് കിടക്കുകയാണ്. വീണ്ടും അവിടെ ഈസാ നബി കൊണ്ടുവന്ന ഭക്ഷണവും വെള്ളവും ഉമ്മാന്റെ അരികത്ത് ചേർത്ത് വെച്ചു. എന്നിട്ട് മണിക്കൂറുകളായി ഈസാ നബിയുടെ കണ്ണു നിറഞ്ഞു ഒഴുകി വാവിട്ട് കരയുകയാണ്. ഉമ്മയുടെ അരികത്ത് പോയിരുന്നിട്ട് ഉമ്മയുടെ തലയെടുത്തിട്ട് ഈസാ നബിയുടെ മടിത്തട്ടിൽ വെച്ചിട്ട് ഉമ്മാന്റെ കവിളത്ത് മുത്തം കൊടുത്തിട്ട് ഈസാ നബി ചോദിക്ക, ഉമ്മാ നോമ്പ് നോറ്റവരൊക്കെ നോമ്പ് തുറന്നു ഉമ്മ, നോമ്പ് മുറിച്ചു ഉമ്മ, എന്റെ ഉമ്മ എന്തേ ഒന്നും മിണ്ടാത്തത്? എന്റെ ഉമ്മ എന്തേ കണ്ണു തുറക്കാത്തത്? ഒന്ന് കണ്ണു തുറക്കോ ഉമ്മ. ഈസാ നബിയുടെ കവിൽത്തടങ്ങളിലൂടെ ഒഴുകി വരുന്ന കണ്ണുനീര് ഉമ്മാന്റെ കവിൽത്തടത്തിൽ വീഴുമ്പോ ഈസാ നബി അവിടെ നിന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, ഉമ്മാ എന്റെ കണ്ണുനീര് തുള്ളികള് നിൽക്കുന്നില്ല ഉമ്മ, എന്റെ ഉമ്മാന്റെ കവിൽത്തടത്തിൽ എന്റെ കണ്ണീരല്ലേ വീഴുന്നത്? ഒന്ന് കണ്ണു തുറക്കോ ഉമ്മ. അല്ലാഹുവേ, ഉമ്മ ഉണരുന്നില്ല. ഈസാ നബിയുടെ കരച്ചിൽ കണ്ടിട്ട് അല്ലാഹുവിന്റെ ഗഗന ലോകത്തുള്ള മാലാകമാര് കരയുകയാണ്. കരഞ്ഞിട്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ ഈസാ നബിയുടെ കരച്ചിൽ കണ്ടില്ലേ, ഞങ്ങൾക്ക് പോലും സഹിക്കുന്നില്ല റബ്ബേ, ഞങ്ങൾക്ക് സഹിക്കുന്നില്ല റബ്ബേ. ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറയാ, ജിബ്രീലേ എന്റെ ഈസയോട് ചെന്നിട്ട് പറയോ, ഉമ്മ മരിച്ച കഥ പറയുമോ? അല്ലാഹുവിന്റെ ഗഗന ലോകത്തുനിന്ന് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്നുകൊണ്ട് കടന്നു വന്നിട്ട് വിളിക്കുന്നു, യാ റൂഹല്ലാഹി ഈസാ, ഓ ഈസ നബിയേ കണ്ണു തുറക്കൂ നബിയേ, ഒന്നെഴുന്നേക്കണം നബിയേ, കരയല്ലേ നബിയേ, ഉമ്മയെ വിളിക്കണ്ട, ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയി നബിയേ, ഉമ്മാനെ വിളിക്കാൻ നിൽക്കണ്ട നബിയേ എന്ന് പറയുമ്പോ എന്റെ ഉമ്മ മരിച്ചോ? മലക്കു ജിബ്രീലിനോട് പറയുന്നു, ജിബ്രീലേ ഈ കൊണ്ടുവന്ന ഭക്ഷണം എന്റെ ഉമ്മക്കാണ്, കൊണ്ടുവന്ന വെള്ളം എന്റെ ഉമ്മക്കാണ്, എന്റെ പുന്നാര ഉമ്മ വിട പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനം തൂരിസീന പർവ്വതത്തിന്റെ താഴ്ഭാഗത്തേക്ക് കടന്നു വന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാവരെയും വിളിക്കുകയാണ്, വയാ ഇഖ്വാനി വയാ അഹിബ്ബായി, എന്റെ സ്നേഹിതരെ, എന്റെ കൂട്ടുകാരെ, നിങ്ങൾ ഇവിടെ അടിച്ചു പൊളിച്ചു നടക്കല്ലേ, അള്ളാനെ ഓർത്തുകൊണ്ട് നടക്കണേ, അള്ളാഹുവിൽ വിശ്വസിക്കണേ, അല്ല പറഞ്ഞ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണേ. നിങ്ങളുടെ ഉമ്മാനെ നിങ്ങൾ കൊണ്ടുവന്ന കബറടക്കുന്ന ഒരവസ്ഥ വരും, ബാപ്പയെ കൊണ്ടുവന്ന കബറടക്കുന്ന ഒരവസ്ഥ വരും, മക്കളെ കൊണ്ടുവന്ന കബറടക്കുന്ന ഒരവസ്ഥ വരും.
അതുകൊണ്ട് ഇവിടെ നിങ്ങൾ അടിച്ചു പൊളിച്ചു മുന്നോട്ട് പോണ്ട, റബ്ബിനെ ഓർക്കുമോ എന്ന് പറഞ്ഞിട്ട് ഈസാ നബി പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു പോയിട്ട് ദിവസങ്ങൾ കഴിയുമ്പോ വീണ്ടും മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. വന്നുകൊണ്ട് ഈസാ നബിയോട് ചോദിക്കുന്നു, നബിയേ ഇപ്പോഴെന്തിനാണ് കരയുന്നത് നബിയേ? ഉടൻ തന്നെ ഈസാ നബി അവിടെ നിന്ന് പറയാ, എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, എന്റെ ഉമ്മാന്റെ പൂമുഖമുണ്ടല്ലോ അതെന്റെ ഖൽബീന്ന് മാറുന്നില്ല ജിബ്രീലേ. സഹോദരങ്ങളെ, ബാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാ അവരുടെ പൂമുഖം നമ്മുടെ ഖൽബിൽ ഓർമ്മ വരുമ്പോ, ഉമ്മാന്റെ ആ പുഞ്ചിരി ഓർമ്മ വരുമ്പോ, ബാപ്പയുടെ പുഞ്ചിരി ഓർമ്മ വരുമ്പോ അറിയാതെ മനസ്സ് പൊട്ടൂലേ ചെറുപ്പക്കാരാ, അറിയാതെ മനസ്സ് വേദനിക്കൂലേ ഉപ്പമാരെ? അതുകൊണ്ട് എപ്പോഴാണ്, ഏത് സെക്കൻഡിലാണ്, ഏത് നിമിഷത്തിലാണ് നമ്മുടെ ആത്മാവിനെ പിടിക്കുന്ന എന്നറിയില്ലെന്ന് ലോകത്തിന്റെ രാജകുമാരാ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെന്ന് പറയ് നബിയുനാ റസൂലുള്ളാഹി. ഒന്നും കൂടെ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് നേരം ഞാൻ നിങ്ങളെ ഇരുത്തുക, തങ്ങളെത്താറായി ഇൻഷാ അല്ലാഹ്. ഇപ്പം തന്നെ ഏകദേശം പിന്നെ 10:30 അല്ലേ ഷറഫക്ക? 10:30 ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ വരുമ്പോൾ ഞാൻ നിർത്തി തരും. അതിൻ്റെ ഇടയിൽ ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് സഞ്ചരിക്കണം. ഇനി ഇതിൻ്റെ അവസാനം വരെ നിങ്ങളെല്ലാവരും മരിച്ചതായിട്ടൊന്ന് കരുതണം. അല്ലാഹുവേ, വേറെ എന്തും കരുതാം, പൊന്നാരം മൂലം മരിച്ചായിട്ടൊന്നും കരുതാനൊന്നും പറ്റൂല. നിങ്ങളെല്ലാവരും ഒന്ന് കരുതണം മനസ്സുകൊണ്ട്, പടച്ചോനെ ഞാൻ ലോകത്തൊന്ന് പിരിഞ്ഞു പോയി എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുന്ന എല്ലാവരും കൊണ്ടുവരണം, ഞാൻ ഉൾപ്പെടെ. അള്ളാഹിൻ്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉബൈദ് തങ്ങളോട്, ഉബൈദേ മരണം അത് മൗനിയായ ഉപദേശകനാണ് അല്ലേ? എത്ര ആളുകളെ ഓരോരുത്തരെ കൊണ്ടുവന്നിട്ട് കബറിൽ കൊണ്ടുവച്ചിട്ട് പിരിയുമ്പോഴും എൻ്റെ പൊന്നാര കൂട്ടുകാരെ എനിക്ക് നിങ്ങൾക്ക് ആരും ഓർമ്മയില്ലല്ലോ. അപ്പം ഒരു 5 മിനിറ്റത്തെ ഈമാനേ ഉള്ളൂ, അത് പോയി ഇല്ലേ? അതേ കബറിൽ നമ്മൾ പോകണം. അതേപോലെ നമ്മുടെ ഉമ്മയെ കൊണ്ട് വെച്ചതുപോലെ, ബാപ്പയെ കൊണ്ട് വെച്ചതുപോലെ, സഹോദരങ്ങളെ കൊണ്ട് വെച്ചതുപോലെ, പ്രിയപ്പെട്ടവരെ കൊണ്ട് വെച്ചതുപോലെ, ഉമ്മയെ ബാപ്പയെ കൂട്ടുകാരെ കൊണ്ടുവന്ന കബറിൽ വെച്ചതുപോലെ നാളെ ഞാനും നിങ്ങളും പോകാനുള്ളവരാണ്. നമ്മളത് ചിന്തിക്കാറില്ല ബാപ്പ, സ്നേഹം കൊണ്ട് പറയാം, നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോവാൻ പറ്റൂല. നാളെ പോകണം, നാളെ പോകണം. നമ്മുടെ പേര് മാറും, ഷമീർ ദാരിമി എന്നുള്ള പേര് മാറും. ഇന്നിപ്പോ നമ്മൾ മിസ്ബാഹി ഉസ്താദ് എന്ന് വിളിക്കും. അവിടെ നിന്ന് മരണപ്പെട്ടാൽ പേര് മാറും, പിന്നെ മിസ്ബാഹി എന്ന് പറയില്ല. മയ്യിത്തെടുക്കാറായോ, ഷമീറിന്റെ മയ്യിത്തെടുക്കാറായോ എന്നേ ചോദിക്കുള്ളൂ അല്ലേ? അല്ല ഇവർ അഷറഫൊക്കെ വന്നിട്ട് പറയാൻ മയ്യിത്തെടുക്കാറായോ, അത്രേ ഉള്ളൂ. പിന്നെ എന്ത് ദാരിമി, എന്ത് മിസ്ബാഹി അല്ലേ? എത്ര വലിയ തറവാട്ടുകാരായാലും ഒരൊറ്റ സ്ഥലത്തേക്ക് പോവാ, മണ്ണിലേക്ക്. പള്ളിക്കാട്ടിലാണോ നാളെ മണിയറ, ഖനമേറിടുന്ന കല്ലതിൻ്റെ മീതേ, പൊള്ളിടുന്ന ചൂടു തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ മീതേ. പള്ളിക്കാട്ടിലാണു നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിൻ്റെ മീതേ, പുള്ളിടുന്ന ചൂടു തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ മീതേ. വിളിക്കുന്ന പേരുമാഞ്ഞ് പോകുമേ, ഉടൻ മയ്യിത്തെന്ന നാമമായി ചേരുമേ. വിളിക്കുന്ന പേരുമാഞ്ഞ് പോകുമേ, ഉടൻ മയ്യിത്തെന്ന നാമമായി തീരുമേ. വിളിക്കുന്ന പേരുമാഞ്ഞു, ഷമീർ ദാരിമീന്ന് പിന്നെ ആരും വിളിക്കൂല. ഇരിക്കണ ഒരു ഉപ്പയും വിളിക്കൂല. ഞാൻ മരിച്ച മയ്യിത്ത്, നമുക്കെല്ലാവർക്കും ഒരു പേര്, അവസാനം എല്ലാവരും ഒരു പേര്, ഒരു മയ്യിത്തെന്ന്.
എങ്ങനെ മരിച്ചാലും വേണ്ടില്ല, അള്ളാഹു നല്ല മരണം അള്ളാഹു നമുക്ക് തരട്ടെ. പറയും വാപ്പമാരെ ആമീൻ. അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ. ഉറക്ക കലിമ ചൊല്ലി നല്ല സ്ഥലത്ത് നല്ല സമയത്ത് അള്ളാഹു നമ്മുടെ ആത്മാവിനെടുക്കട്ടെ. അള്ളാഹു ജീവിച്ചിരിക്കുമ്പോ ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു തല തരട്ടെ. അതുകൊണ്ട് മരണം മൗനിയായ ഉപദേശകനാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഇത്രയും നേരം നിങ്ങൾ ഇവിടെ ഇരുന്നവരാണ്. ഇനി ഇതുപോലെ തങ്ങൾ വരുമ്പോൾ ഇരുന്നേറണം. അല്പം കൂടെ സമയം എല്ലാവരും മരിച്ചതായിട്ടൊന്ന് സങ്കല്പിക്കണം. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. മരിച്ചായിട്ട് സങ്കല്പിക്കാൻ പറഞ്ഞപ്പോൾ ചില ആളുകൾ കണ്ണൊക്കെ ഉരുട്ടി കാണിക്കണ്. പേടിക്കണ്ട, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സങ്കല്പിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. എനിക്ക് വലിയ ഇഷ്ടമായിട്ടാ നിങ്ങളെ. കാരണം എനിക്ക് പിന്നെ മജ്ലിസിൽ പിന്നെ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ വേറെ ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ ഇനിയിപ്പോൾ സംഘാടന പൈസ ഒരു കുഴപ്പമില്ല. സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ എന്തോ ഒരു മനസ്സ് വിട്ടാ. ഇവിടെ വലിയ സന്തോഷം. അൽഹംദുലില്ലാ. പേരൽ കണ്ണൂർ നാളത്തെ വാദിൻ്റെ സദസ്സ് നാളെ എൻ്റെ നാട്ടിലാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ നിങ്ങളെ പറ്റി പറയും. നിങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആയും ചെയ്യും. അള്ളാഹു നമ്മളെയൊക്കെ എല്ലാവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിളിക്കുകയാണ്. ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ. സഹോദരങ്ങളെ, നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ സമയം നിങ്ങളൊക്കെ മരിച്ചവരാണെന്ന് കരുതിക്കോ. എന്നാ അള്ളാന്റെ റസൂൽ പറയുന്നു, ആയിഷ, മയ്യത്തിന്റെ ആത്മാവ്, മരിച്ചുപോയ മനുഷ്യന്റെ ആത്മാവ് കരയുകയും ഉപദേശം കൊടുക്കുന്നൊരു സമയമുണ്ട്. അതോർക്കണേ ആയിഷ. ഒന്നാമത് എപ്പോഴാണ് കരയുന്ന എന്നറിയോ? നമ്മൾ ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞാൽ. ഇന്ന് ഷമീർ ദാരിമിയാണ് ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയതെങ്കിലോ, എന്റെ മയ്യത്തിന്റെ അരികില് എന്റെ വീട്ടില് ബഹുമാനപ്പെട്ട അഷ്റഫുക്കയോ അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മിസ്വാഹി ഉസ്താദോ ആരെങ്കിലും കടന്നു വന്നിട്ട് എന്റെ ശരീരം ഇങ്ങനെ കണ്ടിട്ട് മിസ്ബാഹി ഉസ്താദ് അഷ്റഫുക്കയോട് പറയാ, അദ്ദേഹത്തിന്റെ വസ്ത്രമൊന്ന് ഊരി മാറ്റണ്ടേ എന്ന് പറയുമ്പോ ഞാൻ ധരിച്ചിരുന്ന കമീസോ അല്ലെങ്കിൽ ഈ കാണുന്ന ജുബ്ബയോ ഊരി മാറ്റാ നേരത്ത് എന്റെ ആത്മാവ് മാറിയിരുന്നിട്ട് പറയാ, വയാ അഹിബ്ബായി, എന്റെ സ്നേഹിതരെ, എന്റെ കൂട്ടുകാരെ, ഫഇന്ന ഹാദാ മുഖ്തരിക്കും ബിഖുറൂജിർ റൂഹ്. എന്നെ നിങ്ങൾ പിടിച്ചിട്ട് കുലുക്കല്ലേ, എന്നെ നിങ്ങൾ പിടിച്ച് ആട്ടി ഉലക്കല്ലേ. കാരണം എന്തെന്നറിയോ? മിൻ മുജാദബത്തി മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ ശരീരത്തിന്ന് ആത്മാവിനെ വലിച്ചൂരിയ വേദന അത് മാറിയിട്ടില്ലല്ലോ. ഉപ്പമാരെ, കാലിന്റെ തള്ളവരലിന്റെ ഭാഗത്ത് കുറച്ചു മലക്ക്, മുട്ടുഭാഗത്ത് കുറച്ചു മലക്ക്, അരഭാഗത്ത് കുറച്ചു മലക്ക്. മലക്കുൽ മൗത്തിന്റെ ജോലി തൊണ്ടേന്ന് റൂഹ് ഊരിയെടുക്കലാണ്. ബാക്കിയുള്ള മാലാകമാര് എല്ലാ ഞരമ്പുകളും വലിച്ചു മുറുക്കുകയാണ്. റൂഹ് തൊണ്ടക്കുടി വരെ കൊണ്ടുവെക്കുകയാണ്. ആ സമയത്ത് വല്ലാത്തൊരു വേദനയല്ലേ. ആ സമയത്ത് മന്ത്രം വേണ്ട, ഉറുക്കു വേണ്ട. ഇന്നെന്തിനാണ് മന്ത്രിക്കുന്നത്? അത് ശിർക്കും കുഫറുമായി കടന്നു പോന്ന കാലഘട്ടമാണ്. മരണത്തിന്റെ വേദന അനുഭവപ്പെടുന്ന സമയത്ത് മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ പോലും പറയും, വഖീല മൻ ولن أنه الفراق والتفت الساق بالساق. ആ സമയത്ത് മന്ത്രിക്കണ്ടാന്നല്ല, നിങ്ങൾ അവിടെ ഒന്നും ചെയ്യണ്ടാന്നല്ല. മരണത്തിന്റെ വേദന അനുഭവിക്കുമ്പോ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ പറയാണ്, മക്കള് നിൽക്കുന്നുണ്ട്, ഭാര്യ നിൽക്കുന്നുണ്ട്, സഹോദരങ്ങൾ നിൽക്കുന്നുണ്ട്. അവരെ നോക്കിയിട്ട് പറയാ, വഖീല മൻ അറാഖ്, ഒന്ന് മന്ത്രിച്ചു തരാമോ? വേദനിക്കുന്നു മക്കളെ, ശരീരം മുഴുവനും. നെഞ്ച് വേദനിക്കുന്നുണ്ട്, കാല്
വേദനിക്കുന്നുണ്ട്, കൈ വേദനിക്കുന്നുണ്ട്, അതുകൊണ്ടൊന്നും മന്ത്രിക്കാമോ? വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിളിക്കുന്നൊരു സമയം എനിക്കും നിങ്ങൾക്കും വരാറുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ വസ്ത്രം ഇങ്ങനെ ഊരി മാറ്റുമ്പോ പറയാ, മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ച വേദന മാറിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിടിച്ചു കുലുക്കല്ലേ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് മയ്യത്തിനെ ചുമക്കുകയാണ്, കൊണ്ടുപോവുകയാണ്. എവിടേക്ക്? കുളിപ്പിക്കുന്ന സ്ഥലത്ത്. നിങ്ങളുടെ മയ്യത്താണെന്ന് നിങ്ങൾ ചിന്തിക്ക്. ഇത് ഞാൻ പറയുമ്പോ എന്റെ മയ്യത്താണെന്നാ ഞാൻ ചിന്തിക്കുന്നത്. അല്ലാഹുവേ, കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ കിടത്തുകയാണ്. ഇന്നലെ വരെ നടന്നു പോയവര്, ഇന്നലെ വരെ സംസാരിച്ചവര്, ഇന്നലെ വരെ സ്വന്തം കാര്യങ്ങൾ ചെയ്തവര് എന്റെ ഔറത്ത് കാണുമോന്ന് പേടിച്ചിട്ട് ടോയ്ലറ്റിന്റെ അകത്ത് കയറിയിട്ട്, ബാത്റൂമിന്റെ അകത്ത് കയറിയിട്ട്, കുളിമുറിയിൽ കയറിയിട്ട് ഡോറടച്ചിട്ട് നിൽക്കുന്നവരാണ്. ഇന്നതാ ആളുകൾ കൊണ്ടുപോവുകയാണ്. പക്ഷേ മയ്യത്തിന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. കുളിപ്പിക്കുന്നവര് മയ്യത്തിന്റെ ഔറത്തൊക്കെ കഴുകാനുള്ളവരാണ്, എന്നാലും മയ്യത്തിന്റെ ഔറത്തേക്ക് നോക്കരുത്. ഔറത്തിന്റെ സ്ഥാനത്ത് തുണിയിട്ടിട്ട് അതിന്റെ അകത്തുകൂടെയാണ് കൈ നടത്താനുള്ളത്, അതല്ലാതെ പരസ്യപ്പെടുത്താൻ പാടില്ലല്ലോ. അല്ലാഹുവേ, അങ്ങനെ ശരീരത്തിന്റെ അകത്തുള്ള അഴുക്കെടുക്കുമ്പോ, വയറ്റത്തു ഞെക്കുമ്പോ, എഴുന്നേപ്പിച്ചിരുത്തുമ്പോ അവിടന്ന് പറയുന്നു, വയാ ഇഖ്വാനീ, എന്നെ കുളിപ്പിക്കുന്നവരെ, ശരീരം മുഴുവനും വേദനിക്കുകയാണ്. അല്ലാ, സഹിക്കാൻ കഴിയുന്നില്ല. മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ച വേദന മാറുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ പറഞ്ഞു തരാം. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ അരികത്ത് പോയിട്ട് അവിടെന്ന് പറഞ്ഞല്ലോ, കുംബി ഇതിനില്ല യാ സാം ഇബ്നു നൂഹ്, സാം ഇബ്നു നൂഹേ, അല്ലാഹുവിന്റെ അനുവാദ പ്രകാരം എഴുന്നേറ്റ് വരിക. സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം എഴുന്നേറ്റ് വരികയാണ്. ആ സമയത്ത് ചോദിച്ചു, ഈസാ നബി ചോദിച്ചു, കൈഫ കാന വജത്തൽ മൗത്ത്, മരണത്തിന്റെ വേദന എങ്ങനെയുണ്ടായിരുന്നു? ആ സമയത്ത് സാം ഇബ്നു നൂഹ് പറയാ, മലക്കുൽ മൗത്ത് തൊണ്ടക്കുഴിന്ന് റൂഹ് പിടിച്ചൊരു വേദനയുണ്ടല്ലോ, അത് ഈ സമയം വരെ മാറിയില്ല. സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം വിട പറഞ്ഞിട്ട് എത്ര കൊല്ലമാ? 4000 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും പറഞ്ഞത്, അന്ന് മലക്കുൽ മൗത്ത് എന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിച്ച വേദന ഇന്ന് വരെ മാറിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു പോയെങ്കിലും നിസ്കാരമില്ലാത്ത, നോമ്പില്ലാത്ത, സ്വതക്കയില്ലാത്ത, നന്മകൾ ചെയ്യാത്ത എന്റെയും നിങ്ങളുടെയും അവസ്ഥ എത്രയാ? അപ്പൊ പിന്നെ ആ സമയത്ത് മരിച്ച മനുഷ്യന്റെ അവസ്ഥ പറയണോ? വേദനയുടെ മേല് വേദനയല്ലേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാ, എന്നെ കുളിപ്പിക്കുന്നവരെ, എന്നെ നിങ്ങൾ പിടിച്ചിട്ട് കുലുക്കല്ലേ, ശരീരം മുഴുവനും വേദനിക്കുകയാണ്. ഇതാര് കേൾക്കാനാ? അവസാനം അവിടുന്ന് മയ്യത്തിനെ കൊണ്ടുവരികയാണ്. ഈ നിന്നുകൊണ്ട് പറയുന്ന എന്റെ, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മയ്യത്തിനെ കൊണ്ടുവരുന്ന എവിടെ? വീടിന്റെ ഏറ്റവും വലിയ ഹാളില് അവിടെ കൊണ്ടിടുമ്പോ, അല്ലാഹുവേ, 3 കഷണം വെള്ളത്തുണിയാണ്. ഇവിടെ പണത്തിന്റെ കിബറ് പറഞ്ഞ് അഹങ്കാരത്തിന്റെ, ആർഭാടത്തിന്റെ, അലോസരതയുടെ ആഴക്കടലിലൂടെ ആണ്ടുപോയവർക്ക് പോലും അവസാനം കൊണ്ടുവെക്കുമ്പോ 3 കഷണം വെള്ളത്തുണിയല്ലേ ഉള്ളൂ. ഇന്ന് പടച്ചവനെ മതിമറന്നുകൊണ്ട് കടന്നു പോകുന്നവരാണ്. കല്യാണത്തിന്റെ പേക്കൂത്തുകളിലൂടെ കടന്നു പോകുന്നവരാണ്. മരിക്കുമെന്നൊരു ചിന്തയില്ലാതെ, മരിക്കുമെന്നൊരു ബോധ്യമില്ലാതെ എത്രയോ പ്രിയപ്പെട്ട പൊന്നുമക്കള് വളാഞ്ചേരി ഭാഗത്ത്, റബ്ബേ, പെരിന്തൽമണ്ണ ഭാഗത്ത് കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചിയിട്ട് കൊണ്ടുവരുന്ന പൊന്നുമോള് നാളെ കല്യാണമായിട്ട് ആ കല്യാണ വേഷത്തില് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലില് പുതുനാരിയുടെ വേഷത്തിൽ മരിച്ചു കിടക്കുന്ന രംഗം അല്ലാ, സഹിക്കാൻ പറ്റോ? ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോയ മകളോ, എത്ര
കണ്ടാലും എത്ര കേട്ടാലും എത്ര പഠിച്ചാലും എത്രയോ ചെറുപ്പക്കാർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് രോഗം വന്ന് ചികിത്സിക്കാൻ കഴിയാതെ നിവർത്തിയില്ലാതെ കഴിയുമ്പോഴും അള്ളാഹുവിനെ പോലും നാണം കെടുത്തുന്ന കോലത്തിൽ കടന്നു പോകുമ്പോ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, എത്രയോ പ്രിയപ്പെട്ട ഹൈന്ദവരായ സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ കല്യാണങ്ങളും എടുത്തു വെച്ചെന്ന് പരിശോധിക്കൂ. എവിടെയാണ് ആർഭാടം കാണിക്കുന്നത്? എവിടെയാണ് ദൂർത്ത് കാണിക്കുന്നത്? എവിടെയാണ് അവർ അഹങ്കരിക്കുന്നത്? അവര് പണമുള്ളവരാകട്ടെ, അവര് പണമില്ലാത്തവരാകട്ടെ, അവരുടെ മതത്തിന്റെ ചിട്ടയനുസരിച്ചുകൊണ്ട് അവര് നല്ലതുപോലെ കല്യാണം കഴിഞ്ഞു പോകുമ്പോ എവിടെയും ഇതുപോലെ ഒരു പേക്കൂത്ത് കാണിക്കുന്ന സമുദായത്തിനെ കാണുന്നില്ലല്ലോ. അല്ലാഹുവേ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, അങ്ങനെ ഉള്ള അവസ്ഥകൾ വന്നാല് നമ്മുടെ മഹല്ലുകാര് കമ്പറ്റിക്കാര് അതിനെതിരെ തീരുമാനമെടുക്കണം. ഉപ്പമാരെ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനാ നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ വരുന്നതെങ്കിൽ നിങ്ങളുടെ മകളെ കൈപിടിച്ചു കൊടുക്കേണ്ടുന്ന നിങ്ങളാണ്. നിങ്ങൾ മാറി നിൽക്കണം എന്റെ പൊന്നു പാപ്പമാരെ. നാളെ പടച്ചവന്റെ മുമ്പിൽ നിങ്ങളുടെ മക്കളെ പറ്റിയിട്ട് സമാധാനം പറയേണ്ടി വരുമല്ലോ. നിങ്ങളുടെ മക്കളെ പിടിച്ചു കൊടുത്തത് തലയ്ക്ക് സുഖമില്ലാത്ത ഒരുത്തനാണോ എന്നല്ലാന്റെ ചോദ്യം വരുമ്പോ നമുക്ക് രക്ഷപ്പെടണ്ടേ ബാപ്പമാരെ? എത്രയോ കബറ് പറഞ്ഞു, എത്രയോ മരണം പറഞ്ഞു, എത്രയോ സ്വർഗം പറഞ്ഞു. എന്നിട്ട് പോലും ദുനിയാവിന്റെ പുറത്തുകൂടെ ഇങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് നടന്നു പോകുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മുടെ മയ്യത്ത് അതാ കൊണ്ടുവന്നുകൊണ്ട് റൂമിന്റെ വലിയ ഹാളിൽ കിടത്തുമ്പോ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയോ. കാലിന്റെ ഭാഗമങ്ങ് കെട്ടുകയാണ്, അരഭാഗമങ്ങ് കെട്ടുകയാണ്. ഇനി കെട്ടാന് ബാക്കിയുള്ളത് തലഭാഗമാണ്. ആ സമയത്ത് മയ്യത്ത് പൊതിയുന്നവരെ വിളിക്കുകയാ, വയാ ഇഖ്വാനീ, എന്റെ സഹോദരങ്ങളെ, എന്റെ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഫലാ തസുത്ത കഫന റഅസി ഹത്താ അറാ വജ്ഹി വഔലാദി ഫഇന്ന ഹാദാ ആഖിറു റുയതി അൽയൗമ ഉഫാരിഖു ലഹു. ഈ മയ്യത്തിന്റെ ആത്മാവിരുന്ന് കരഞ്ഞിട്ട് പറയുകയാണ്, എന്നെ പൊതിയുന്നവരെ, എന്റെ തലഭാഗം നിങ്ങൾ പൊതിയല്ലേ. ഇത് അവസാനത്തെ കാഴ്ചയാണ്. എന്റെ മക്കൾ എന്നെ ഒന്ന് കാണട്ടെ, എന്റെ ഉമ്മ എന്നെ ഒന്ന് കാണട്ടെ, എന്റെ പ്രിയപ്പെട്ടവർ എന്നെ ഒന്ന് കാണട്ടെ. അല്ലാ, നിങ്ങൾ എന്റെ തലഭാഗം പൊതിയല്ലേ. ഷമീർ ദാരിമി ഇതുപോലെ പറയും, നിങ്ങൾ പറയും ഉപ്പാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തലഭാഗം പൊതിയല്ലെന്ന് പറഞ്ഞാൽ ആരാ കേൾക്കുന്നത്? ഒരാൾ പോലും കേൾക്കൂലല്ലോ. അവസാനം തലഭാഗം കെട്ടിയിട്ട് സന്തൂക്കിലേക്ക് എടുത്ത് വെക്കുകയാണ്. ആ സമയമതാ മയ്യത്തിന്റെ ആത്മാവ്, നിങ്ങളുടെ ആത്മാവ്, എന്റെ ആത്മാവ് വിളിക്കുകയോ, വയാ ഇഖ്വാനീ, എന്റെ സ്നേഹിതരെ, ഞാനിവിടെ നിന്ന് പോവുകയാണ്. വതറക്തു ഔലാദീ യുതമാ വതറക്തു ഇംറഅതീ അറുമിലാ. അല്ലാ, എനിക്കും നിങ്ങൾക്കും വരൂലേ ഇതുപോലെ? അവിടെ നിന്ന് വിളിച്ചു പറയാണ്, എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നവരെ, എന്റെ ചുറ്റുഭാഗത്തു നിൽക്കുന്നവരെ, എന്റെ വീടിന്റെ അകത്തട്ടില് എന്നെ കൊണ്ടുപോകുന്ന കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ, വതറക്തു ഔലാദി യുതമാ, എന്റെ പൊന്നുമക്കളെ ഞാൻ അനാഥ മക്കളാക്കി. ഈ സമയം മുതല് എന്റെ മക്കൾ അനാഥ മക്കളാണ്. അവർക്ക് ഇനി ബാപ്പയില്ലല്ലോ. എവിടെ പോയാലും ഉപ്പ വരുമെന്നുള്ള ചിന്തയോടെ കാത്തിരുന്ന മക്കള് ഇന്നാ മക്കൾക്ക് ബാപ്പയില്ലാതെയാവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മക്കളെ കളിയാക്കല്ലേ, നിങ്ങൾ എൻ്റെ മക്കളെ കുറ്റപ്പെടുത്തല്ലേ.
വതറക്തു ഔലാദി യുത്തമാ, എന്റെ പൊന്നുമക്കൾ അനാഥ മക്കളായി. ഈ തൊട്ടടുത്ത് പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സുഹൃത്ത് ഹനീഫ ഹുദവിയുടെ മാടന്നൂർ കോളേജിൽ കടന്നുപോയി വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സമാപനത്തിൽ പിരിവ് ചോദിക്കുമ്പോ അവിടെ നിന്നൊരു പാവപ്പെട്ട 10 വയസ്സോ 12 വയസ്സോ ഉള്ള ഒരു പൊന്നുമോൻ ഇതുപോലെ സ്റ്റേജിലേക്ക് വന്നുകൊണ്ട് അവിടെ നിന്ന് എന്റെ കയ്യിൽ 500 രൂപ തന്നിട്ട് ദുആ ചെയ്യാൻ പറയാ നേരത്ത് ആ കുഞ്ഞുമോന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോവുകയാണ്. അവൻ കരഞ്ഞിട്ട് പറയാൻ കഴിയുന്നില്ല. സങ്കടത്തിന്റെ വിഷമത്തിന്റെ ദുഃഖത്തിലൂടെ കടക്കുമ്പോ ഞാൻ ചോദിച്ചു എന്തേ? അപ്പോഴാണ് ആ മഹല്ലത്തിന്റെ ഖത്തീബ് ഉസ്താദ് പറഞ്ഞത്, ബാപ്പ മരിച്ചിട്ടൊരു കൊല്ലേ ആയിട്ടുള്ളൂ, ഉമ്മയും ഈ തൊട്ടടുത്ത് ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി വന്ന് ഉമ്മയും ലോകത്തോട് വിട പറഞ്ഞു പോയി. ഉമ്മയും ബാപ്പയും ഇല്ലാത്തൊരു മകനാണ്. കണ്ടപ്പോ തന്നെ അറിയാതെ എന്റെ കണ്ണു നിറഞ്ഞുപോയി. അല്ലാഹുവേ, ദുആ പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി പോയെങ്കില് നമ്മുടെ ഓരോരുത്തരുടെ ആത്മാവ്, ചെറുപ്പക്കാരാ, നിങ്ങളെ പോലെ ആരോഗ്യമുണ്ടായിരുന്ന എത്രയോ പ്രിയപ്പെട്ട യുവാക്കള് ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുമ്പോ അവർക്ക് കൊച്ചുമക്കളില്ലേ? എന്നാൽ ആ കൊച്ചുമക്കളെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങളോട് അവരുടെ ആത്മാവ് പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാരാ ഞാൻ പോവുകയാണ്, എന്റെ മക്കൾ അനാഥ മക്കളായല്ലോ. അതുമാത്രമാണോ? വതറക്തും റഅതി അറുമില, എന്റെ പ്രിയപ്പെട്ടവള് വിധവയായി, അവക്കിന്യ ഭർത്താവില്ല. എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞവള് ഇന്നിനി ആരോടും പറയാൻ പറ്റൂലല്ലോ. അവളും നദാ സങ്കടത്തിലാണ്. അവളെ നിങ്ങൾ പുച്ഛിക്കല്ലേ. ഭർത്താവില്ലാത്ത പെണ്ണാണെന്ന് പറഞ്ഞിട്ട് അവളൊന്ന് പുറത്തിറങ്ങിയാൽ നിങ്ങളവളെ കളിയാക്കല്ലേ. അവള് മോശക്കാരിയായ പെണ്ണെന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ ഒന്ന് മുദ്രകുത്തല്ലേ. അങ്ങനെ മയ്യത്ത് കൊണ്ടിറങ്ങാൻ നേരം എല്ലാവരോടും സലാം പറയുകയാണ്. വീട്ടിന്റെ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കള്, സങ്കടത്തിൽ കഴിയുന്ന മക്കള്, ആവലാതിയിൽ കഴിയുന്ന മക്കള്, ജനാലയുടെ കമ്പി പിടിച്ചിട്ട് പെൺമക്കള് കരയുമ്പോ എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് പറയുന്ന ബാപ്പോ, എവിടെ പോയാലും തിരിച്ചെത്തുമെന്ന് പറയുന്ന ബാപ്പോ, ആ ഉപ്പ പറയുന്നു, ഉപ്പ പോവുകയാണല്ലോ, ഇനി തിരിച്ചു വരൂല്ല എന്ന് പറയുമ്പോ ആളുകൾ കൊണ്ട് ഇറങ്ങാൻ നേരം വീണ്ടും പറയാ, എന്നെ ചുമക്കുന്നവരെ, എന്നെ കൊണ്ടുപോകുന്നവരെ, ഒന്ന് നിൽക്കാമോ? എന്റെ വീട്ടിന്റെ ഉള്ളില് ആരോ കരയുന്നുണ്ട്. അതെന്റെ മക്കളാണോ? എന്റെ ഭാര്യയാണോ? എന്റെ സഹോദരങ്ങളാണോ? അവരുടെ കരച്ചിൽ ഞാനൊന്ന് കേൾക്കട്ടെ. എന്റെ വീട്ടിന്റെ ഉള്ളിൽ കരയുന്ന എന്റെ പൊന്നുമക്കള്, അവര് ബാപ്പയെ ഓർത്ത് കരയുകയാണല്ലോ. അവരുടെ കരച്ചിൽ ഞാനൊന്ന് കേൾക്കട്ടെ. ആര് നിർത്താനാണ്? ഉപ്പമാരെ കൊണ്ടു നടക്കുകയാണ്. അപ്പോഴാണ് നടക്കുന്നവരെ വിളിക്കുന്നത്. എന്റെ മയ്യത്ത് കൊണ്ട് നടക്കുമ്പോ ഇവിടെ ഇരിക്കുന്ന ഒരാള് ചുമക്കാനുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചിട്ട് പറയാ, ഫലാ തഗുറന്നകുമുദ്ദുനിയാ കമാ ഗറതനീ. എന്നെ ചുമക്കുന്നവരെ, എന്നെ കൊണ്ടുപോകുന്നവരെ, എന്നെ ദുനിയാവ് ചതിച്ചു, എന്നെ ദുനിയാവ് എന്നെ വഞ്ചിച്ചു. എത്രയോ ബാങ്ക് എന്റെ കർണപുടത്തിൽ അടിച്ചു വീശി, പക്ഷേ ഞാൻ പള്ളിയിൽ പോയില്ല. അള്ളാഹു എനിക്ക് സമ്പത്ത് തന്നിട്ട് അത് ഞാൻ റബ്ബിന് കൊടുത്തിട്ടില്ല. ദുആ ചെയ്യാനുള്ള സമയം തന്നിട്ട് പോലും അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്നെ ചുമന്നുകൊണ്ട് നടക്കുന്നവരെ, വലാ തഗുറന്നകുമുദ്ദുനിയാ, നിങ്ങളെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. കമാ ഗറതനീ, എന്നെ ദുനിയാവ് എന്നെ ചതിച്ചതുപോലെ നിങ്ങൾക്ക് ഇനിയും നിസ്കരിക്കാം,
നിങ്ങൾക്ക് ഇനിയും തൗബ ചെയ്യാം, നിങ്ങൾക്ക് ഇനിയും നോമ്പ് നോക്കാം, നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് മടങ്ങാം. എനിക്കിനി ഒന്നിനും പറ്റൂലല്ലോ, എനിക്കിനി ഒന്നിനും കഴിയൂലല്ലോ, എന്റെ അവസ്ഥ കഴിഞ്ഞല്ലോ, എന്റെ ജീവിതം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് എന്നെ ചുമക്കുന്നവരെ, എന്നെ ചതിച്ചതുപോലെ നിങ്ങളെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞ് കൊണ്ടുവന്ന് പള്ളിപ്പറമ്പ് പള്ളിക്കകത്ത് വെച്ചു. എല്ലാവരും വന്ന് കൈകെട്ടി മയ്യത്ത് നിസ്കരിച്ചു. ചില ആളുകൾ പെട്ടെന്ന് ഇറങ്ങി പോകുന്ന ആളുകളെ നോക്കിയിട്ട് പറയാ, പോകല്ലേ, നിങ്ങൾ ഞാൻ കിടക്കാനുള്ള വീട്, ആ വീട് കൂടെ ഒന്ന് കണ്ടിട്ട് പോകുമോ? ഇന്നലെ വരെ നല്ല വീട്ടിൽ കിടന്നവനാണ്, ഇന്നലെ വരെ സുഖിച്ചവനാണ്, ഇന്നലെ വരെ അടിച്ചു പൊളിച്ചവനാണ്, എനിക്കൊരുപാട് തിരക്കുള്ളവനായിരുന്നു, ഒരുപാട് ബിസിനസ് ഉള്ളവരായിരുന്നു. എന്റെ ആത്മാവാണെങ്കിൽ എന്ത് പറയുമെന്നറിയോ? എല്ലാ ദിവസവും വാഴ കൊടുത്തവനായിരുന്നു. ഇനി ഞാൻ ഡേറ്റ് കൊടുത്തവരുടെ മുമ്പിലേക്ക് എനിക്ക് പോകാൻ പറ്റൂല, എന്റെ സമയം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. എനിക്കിനി തിരക്കില്ല, പ്രഭാഷണമുണ്ടെന്ന് പറയാൻ പറ്റൂല, കച്ചവടമുണ്ടെന്ന് പറയാൻ പറ്റൂല, എല്ലാം നിന്നുപോയി. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കിടക്കാനുള്ള ഖിയാമത്ത് നാൾ വരെ എനിക്ക് കിടക്കാനുള്ള വീട് നിങ്ങളൊന്ന് കാണണേ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവ് വിളിച്ചു പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കാണ്. അവിടെന്ന് പറഞ്ഞു പോവുകയാണ്, ചെന്നിട്ട് നോക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ മയ്യത്ത് ചുമന്നു കൊണ്ടുവരികയാ. ഷമീർ ദാരിമിയുടെ മയ്യത്ത് ചുമന്നു കൊണ്ടുവരികയാണ്. മിസ്ബാഹി ഉസ്താദ് ഉണ്ട്, അതുപോലെ അഷ്റഫുക്കയുണ്ട്, ഇവിടെ ഉള്ള പ്രിയപ്പെട്ടവരുണ്ട്, ഷരീഫുക്കയുണ്ട്. അങ്ങനെ ഒരുപാട് കൂട്ടുകാർ കടന്നു വന്നെന്റെ മയ്യത്തിന്റെ ചാര് ചുമന്നുകൊണ്ട് പള്ളിപ്പറമ്പിൽ ആരോരുമില്ലാത്ത കൂരാക്കൂരിട്ടുള്ള കബറിടത്തിലേക്ക് എന്നെ കൊണ്ടുവെക്കുകയാണ്. പരംവിധി ചുമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ, കബറെന്ന ഭയങ്കര വീട്ടിലെ. വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. മേലിൽ വന്നു കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും തണ്ണീരതും ചേർത്തു മണ്ണതിനാലെ അടവാക്കും വിടവീനെ മാറിലേ. കനമേറും മീസാങ്കല്ലും മണ്ണും അതിലുമീതേ മറമാടും കബറുബഹു ജോറിലേ. മറമാടും കബറുബഹു ജോറിലേ. ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോ, ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോ. അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണി എന്നിലാരെന്ന. അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണി എന്നിലാരെന്ന. അല്ലാഹുവേ, ുന്ന ഖബറിന്റെ ഉള്ളിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറാ എന്ന് പറഞ്ഞിട്ട് പിടിമണ്ണ് വാരിയിടുമ്പോ
എന്റെ പ്രിയമുള്ളവരെ ചിന്തിക്കുന്നില്ലല്ലോ. ഞാൻ ചുരുക്കിക്കൊണ്ട് കടന്നു വരികയാണ്. അല്ലാഹുവേ, മണിക്കൂറുകളോളം സംസാരിക്കണമെന്ന് സംഘാടകർ പറഞ്ഞാലോ എന്റെ ഉപ്പമാര് പറഞ്ഞാല് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഇതുപോലെ നിൽക്കണ്ടേ? അതുകൊണ്ട് 2 മണിക്കൂറിനപ്പുറത്തോട്ട് പറയാറില്ല. ഏതായാലും അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. സഹോദരങ്ങളെ, കൊണ്ടുവച്ച് കബറിൽ വെച്ച് മണ്ണിട്ട് മൂടി എല്ലാവരും തിരിയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ അവിടെന്ന് പറഞ്ഞു പോവുകയാണ്, ഈ ആത്മാവ് കൊണ്ടടക്കിയിട്ട് കബറടക്കിയിട്ട് പോകുന്നവരെ വിളിച്ചിട്ട് പറയാ, നിങ്ങൾ എന്നെ മറക്കല്ലേ, നിങ്ങൾ എന്നെ ഓർക്കാതിരിക്കല്ലേ, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കല്ലേ. മക്കളെ, ബാപ്പയെ മറക്കല്ലേ, ബാപ്പാനെ മറന്നേക്കല്ലേ. പൊന്നുമക്കളെ, ബാപ്പയെ ഓർക്കണേ. വനഹനു ഫീ ഗുർബത്തിനാ, ഞങ്ങൾ ഈ കൂരിരുട്ടിന്റെ ഉള്ളിൽ ബാപ്പ തനിച്ചാണ് മോളെ. കൊണ്ടുവന്ന് കബറടക്കിയിട്ട് പോകുന്ന മക്കളെ വിളിച്ചു പറയാ, മോനെ ബാപ്പ ഇവിടെ തനിച്ചാടാ, ഇനി ഞങ്ങളെ മറക്കല്ലേ. എത്ര പോറ്റി വളർത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ വാവിട്ടുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞു പോയെങ്കില് ഈ ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും വരുമെന്ന് പഠിപ്പിച്ചത് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാരാ നബിയുനാ റസൂലുള്ളാഹ്. ഉറക്കെന്ന് പറയും, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോൾ മരിച്ചാലും വേണ്ടില്ല, ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് ദുആ ചെയ്യുന്നത് സമയം കളയാനല്ല. നിങ്ങളുടെ ഒരാളുടെ ആമീൻ അതൊരു വലിയൊരു അത്ഭുതമാണ്. അല്ലാഹു തആല എപ്പം മരിച്ചാലും ഏറ്റവും നല്ല മനസ്സോടെ നല്ല നിയ്യത്ത് വെച്ചിട്ട് നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് അല്ലാഹു നമ്മളെ മരിപ്പിക്കട്ടെ. എപ്പോഴും നടക്കുമ്പോഴൊക്കെ നല്ല നിയ്യത്ത്, ഒരാളെ കുറ്റപ്പെടുത്താതെ, ഒരാളെയും ആക്ഷേപിക്കാതെ, ഒരാളെയും കളിയാക്കാതെ, ഒരാളെയും മോശമായിട്ട് കാണാതെ. എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവരും നല്ലതുപോലെ മുന്നോട്ട് പോകുന്നവരാണ്. ഒരു മനുഷ്യന്റെയും ഒരു അഭിമാനത്തിനെയും ഞാൻ ക്ഷയം ചെയ്യിക്കില്ല എന്നുള്ള ഒരു ബോധം നമ്മുടെ കൽബിൽ ഉണ്ടാകണം. അപ്പോ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ കൽബിൽ വരണമെങ്കിൽ ഞാനും നിങ്ങളും മരണത്തെ പറ്റിയൊരു ഓർമ്മ നമ്മുടെ കൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എന്താ നിങ്ങൾ ഉഷാറില്ലാത്ത? നിർത്താറായിക്കണ എന്താ നിങ്ങൾ ഒന്നും വേണ്ടാത്ത? ചില ആളുകൾ അന്തം വിട്ട് നോക്കണ്ടല്ലോ. നിർത്താറായിക്കണം. തങ്ങൾ വന്ന അപ്പൊ ഞാൻ നിൽക്കുന്നത്. തങ്ങൾ വന്നില്ലേ? എത്തിയില്ലേ? 2 മണിക്കൂർ എൻ്റെ സൗണ്ട് പോയി. കിട്ടുന്ന 10 മിനിറ്റും കൂടെ ഇൻഷാല്ലാ ഞാൻ വാദം പറയും നല്ല മനസ്സോടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വേറൊന്നും കൊണ്ടല്ല പൊന്നാരാപ്പാരെ. എല്ലാ ദിവസവും ഇതുപോലെ 26-ാം തീയതി ഉംറയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ 25-ാം തീയതി വരെ എനിക്ക് വാദം പറഞ്ഞു. അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് നല്ല മനസ്സും നല്ല ബോധവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചിന്ത നമ്മുടെ ഖൽബിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുണ്ടെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു. ഇന്നാരാ ഇത്രയും നേരം നിങ്ങൾ ഇരുന്നവരാ, ഇനി ഒരാളും പോകരുത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വരുമ്പോ ആ തങ്ങളുടെ ദുആക്കാൻ നിങ്ങൾ കാത്തിരിക്കുക. എൻ്റെ വാദനമല്ല, തങ്ങളുടെ ദുആക്കാൻ. അള്ളാഹു തങ്ങൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആരാ ഇന്നിപ്പോ ഓർക്ക? മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് സഹാബാ, ആ ഒരു മരണത്തിന്റെ സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു പോകണമെങ്കിൽ, ആ ഒരു നീയത്തിലൂടെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ പറ്റണമെങ്കിൽ, അല്ലാഹുവേ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ആ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ 2 ഗുണങ്ങൾ അല്ലാഹു നമുക്ക് തരും. അതിൽപ്പെട്ട ഒന്നാമത്തത് ലാഹികം മസ്റൂറാ, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തരും. രണ്ടാമത്തതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു പോയത് സ്വതക്കത്തുൻ ജാരിയ, ജാരിയായ സ്വതക്കയുണ്ടെങ്കിൽ ആത്മാവിനെ പിടിക്കുന്ന രംഗത്ത് ഒരു അല്പമെങ്കിലും ഇളവ് നമുക്ക് ലഭിക്കും. മൂന്നാമതായിട്ട് സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞു, അബൂക, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാരുടെ പൊരുത്തമെന്നാണ്. ഇവിടെ ഉമ്മയുടെ കഥ ഇവിടെ പറഞ്ഞിട്ടില്ല. സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന സഹാബാ, ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവേ, മലക്കുൽ മൗത്ത് എപ്പോഴാണ് കടന്നു വന്നിട്ട് ആത്മാവിനെ പിടിക്കുന്നത്? ആ സമയത്ത്
സമയത്ത്, നിങ്ങളുടെ ആത്മാവിനെ പിടിക്കുന്ന സമയത്ത് അല്പമെങ്കിലും ഇളവ് കിട്ടണോ? നിങ്ങളുടെ ഉപ്പാനെ സ്നേഹിക്കുമോ? ആ ഉപ്പയെ പൊന്നുപോലെ നോക്കുമോ? സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറഞ്ഞു 3 കാര്യം. നിങ്ങൾക്ക് നല്ലതുപോലെ മരിക്കാൻ പറ്റും, കലിമ ചൊല്ലി മരിക്കാൻ പറ്റും, പക്ഷേ നിങ്ങളുടെ ഉപ്പയെ സ്നേഹിക്കണം, ഉപ്പാനെ സ്നേഹിക്കണം. ഇത് പറഞ്ഞ് ഇന്നൊന്നും അവസാനിപ്പിക്കാൻ പറ്റൂല, എന്നാലും പറഞ്ഞു പോവാൻ. നിങ്ങളുടെ ഉപ്പയെ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, അല്ല നിങ്ങള് എല്ലാരും ഉമ്മയെ പറ്റിയല്ലേ പറയാ, നിങ്ങളെന്താ ഉപ്പാനെ പറ്റി പറഞ്ഞത്? എന്താ ഉപ്പാന്റെ കഥ പറഞ്ഞത്? ആ സമയമാണ് സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടത്തിൽ കുറച്ചാളുകൾ കടന്നു വരുമല്ലോ, ആ കാലഘട്ടത്തിന്റെ മക്കള് ഉമ്മയോട് സ്നേഹമുണ്ടാകും, ഉമ്മയോട് സംസാരിക്കും, ഉമ്മയോട് വർത്തമാനം പറയും. പക്ഷേ വർഷങ്ങളോളം പാടുപെട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട ഉപ്പായോട് മിണ്ടാത്ത മക്കളുണ്ടാകുമല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോയതാണ് സ്വഹാബ, മരണത്തിന്റെ നേരത്ത് ഉമ്മയുടെ പൊരുത്തം മാത്രം പോരാ, ബാപ്പയുടെ പൊരുത്തം കൂടെ വേണമല്ലോ. അള്ളാഹുവിലേക്ക് മടങ്ങാമെന്നുള്ള വിഷയം പറയുമ്പോ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണ്ടേ, അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ ഇഷ്ടപ്പെടണ്ടേ. അള്ളാഹുവിന്റെ പൊരുത്തം എന്ന് പറയുന്നത് മാതാവിന്റെ പിതാവിന്റെ പൊരുത്തത്തിലാണ്. അള്ളാന്റെ കോപം മാതാവിന്റെ പിതാവിന്റെ കോപത്തിലാണെന്ന് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാര, മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാത്തിക്കൊടുത്ത ലോകത്തിന്റെ തിരുദൂതരെ, അടങ്ങാത്ത അനുരാഗത്തിന്റെ അലമാലകളുടെ ആവിഷ്കാരങ്ങളുടെ അന്തസത്തകൾ മുഴുവനും ആർജവത്തോടെ ആലിംഗനം ചെയ്ത് അഹന്തയില്ലാതെ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ സൽവഴിയിലൂടെ സാന്ത്വനമായി കടന്നു വന്ന സർവറെ ആലം സർക്കാരെ മുജസ്സം താജ്ദാരെ മദീന നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഉമ്മയുടെ പൊരുത്തം നിങ്ങൾക്ക് വേണമല്ലോ. അതുകൊണ്ട് സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറയാ, മരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ച് മരിക്കണോ, കലിമ ചൊല്ലണോ, നിങ്ങളുടെ ഉപ്പമാരെ പൊന്നുപോലെ സ്നേഹിക്കുന്നവരാവുക. അവസാന കാലഘട്ടത്തിന്റെ ആൺമക്കള് ഉപ്പയോട് മിണ്ടാത്തവരല്ലേ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമക്കള് പോലും പ്രിയപ്പെട്ട ഉപ്പയോട് മിണ്ടാതിരിക്കുന്ന എത്രയോ ദിവസങ്ങളുണ്ട്. ആവശ്യം വരുമ്പോ ഉമ്മയോട് പറഞ്ഞിട്ട് ഉപ്പയെ കൊണ്ട് ചോദിപ്പിക്കാറുണ്ട്. പക്ഷേ പാവപ്പെട്ട ഉപ്പയോട് അവിടെ നിന്ന് സ്നേഹം കൊടുക്കാറില്ല. ഉപ്പമാരെ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളില് നിങ്ങളുടെ എത്ര ആൺമക്കള് നിങ്ങളോട് മിണ്ടുന്നുണ്ട്, എത്ര ആൺമക്കള് സംസാരിക്കുന്നുണ്ട്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഒരു വീട് ജയിലാണ് സ്വഹാബ. അതുമാത്രവുമല്ല, അവന്റെ മരണത്തിന്റെ സമയത്ത് വല്ലാത്ത പ്രയാസമാണ് സ്വഹാബ. ഏതാണ് വീടെന്നറിയോ? വീടിന്റെ അകത്തട്ടില് താടി നരച്ചുപോയ, ശരീരം ചുക്കുചുളഞ്ഞു പോയ പ്രിയപ്പെട്ട ഉപ്പയുണ്ടായിട്ട് ആ പ്രിയപ്പെട്ട ഉപ്പയോട് മിണ്ടാതെ സംസാരിക്കാതെ ഇന്നത്തെ മക്കള് കടന്നു വന്നു കഴിഞ്ഞ അഹമ്മല്ല തങ്കത്തി അബദാ, മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം ആ മക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുമെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ഒന്ന്, ആ വീട് ജയിലാണ്. 2ാം വീട്ടിന്റെ ഉള്ളില് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുമെന്നാണ്. സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു ആദ്യം മരണത്തെ പറ്റി പറഞ്ഞു, പിന്നെ കുടുംബ ജീവിതത്തെ പറ്റി പറഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കടന്നു പോയിട്ടില്ല. പിന്നെ സ്വതക്കയെ പറ്റി പറഞ്ഞു, പിന്നെ പറഞ്ഞത് ഉപ്പയെ പറ്റിയാണ്. ഉമ്മയെ പറ്റി മിണ്ടിയിട്ടില്ല. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നിങ്ങളുടെ ഉമ്മ നിങ്ങളെ എത്ര മാസമാണ് ഗർഭം ചുമന്നത്? സ്വഹാബത്ത് പറഞ്ഞു 10 മാസം. അപ്പൊ സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ ചോദിച്ചു, ഉപ്പയോ? ഉപ്പ എത്ര മാസമാണ് ഗർഭം ചുമന്നത്? ആ സമയത്ത് സ്വഹാബത്ത് ചിരിക്കുമ്പോ ഉടൻ തന്നെ പറയുന്നു, വല്ലാഹ്, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? പിന്നെ
പിന്നെ നിങ്ങൾ എന്ത് ചോദ്യമാ സയ്യിദ് ഇബ്നു അസ്ലമേ ചോദിക്കുന്നത്? ഉമ്മ ഗർഭം ചുമക്കുന്നത് ശരിയാണ്, ബാപ്പ എങ്ങനെയാണ് ഗർഭം ചുമക്കുന്നത്? ആ സമയത്ത് പറഞ്ഞു, സ്വഹാബത്തെ 10 മാസക്കാലം ഉമ്മ നിങ്ങളെ ഗർഭം ചുമന്നുകൊണ്ട് നടക്കുന്നുവെങ്കിലോ പ്രിയപ്പെട്ട ബാപ്പ, ഒരു കുട്ടി ഉമ്മാന്റെ ഉദരത്തിലെ ഗർഭാശയത്തിന്റെ അകത്തട്ടില് വളർന്നു വരുന്ന സമയം മുതല് 10 കൊല്ലവും 16 കൊല്ലവും 17 കൊല്ലവും 18 കൊല്ലവും ആ പ്രിയപ്പെട്ട പൊന്നുമക്കള് സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടിയെ മറ്റൊരുത്തന്റെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു വിടുന്നത് വരെ, അത് മാത്രവുമല്ല ആൺമക്കളെ സംബന്ധിച്ചിടത്തോളം ആൺമക്കള് സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ അവരെ ഗർഭം ചുമക്കുന്നത് അവരുടെ ബാപ്പയാണ്. സഹാബ സഹോദരങ്ങളെ, മറന്നുപോയി. ബാപ്പയെന്ന് പറയുമ്പോ ബാപ്പയ്ക്ക് 2ാം നമ്പർ കൊടുക്കുന്ന മക്കള്. ഉമ്മ സ്വർഗമാണ്, ശരിയാണ്. ആ സ്വർഗത്തിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോകണമെങ്കിൽ ബാപ്പയാകുന്ന സ്വർഗത്തിന്റെ വാതില് വേണ്ടേ ചെറുപ്പക്കാരാ? അതല്ലാതെ സ്വർഗത്തിലേക്ക് ഉമ്മയെ കൊണ്ട് മാത്രം പോകാമെന്ന് വിചാരിച്ചാല് നിങ്ങൾക്കത് രക്ഷപ്പെടാൻ പറ്റൂലെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ തിരുദൂതരെ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അവരൊക്കെ പറയും നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് എല്ലാ സ്ഥലത്തും ഉമ്മമാരെ പറ്റി വാളുണ്ട്, വാപ്പയെ പറ്റി വാളൊന്നുമില്ല. പറയാം നിങ്ങളെന്ത് വിചാരിച്ചു? നിങ്ങളെ പറ്റി വാളുണ്ടെന്നാ? വാപ്പമാരെ പറ്റി വാളുണ്ട്. ഞാൻ ഒരു ദിവസം ഫുൾ ഉപ്പാനെ പറ്റി പറയും, പക്ഷെ നമുക്ക് അതിനുള്ള സമയമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പൊന്നാര ഉപ്പമാർ, ഈ ഇരിക്കുന്ന ഓരോരുത്തർക്ക് അനുഭവമുണ്ട്. ആൺമക്കള് എന്ത് ചെയ്യില്ല, അധികം മിണ്ടൂല വാപ്പയോട്. പക്ഷെ പെൺമക്കളാണെങ്കിലോ വാപ്പ എന്ന് വെച്ചാൽ വലിയ ജീവനാ. നിങ്ങളൊന്ന് ഇന്നലെ ഇവിടെ കുടുംബജീവിതമൊക്കെ ഇവിടെ പറഞ്ഞതാണ്. ഉമ്മാക്ക് പറഞ്ഞ വലിയ വിഷയമൊന്നുമില്ല, അവര് അഡ്ജസ്റ്റ് ചെയ്യും. വാപ്പാക്ക് പറഞ്ഞൊക്കെ അപ്പം അറിയാൻ കാര്യം. അന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടാവൂല, കഞ്ഞി ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. പൊന്നാര വാപ്പമാരെ, വാപ്പക്ക് പറയണത് ഒരു പെണ്ണിനും ഇഷ്ടമല്ല, ഒരു സഹോദരിമാർക്കും ഇഷ്ടമല്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ. അല്ലാഹുവേ, നിങ്ങൾ ഉറങ്ങുണ്ട്. സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ. ஃபாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. ஃபாத்திமா 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 வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வந்த பெண்ணே நீ சொல்லம்மா. ഫാത്തിമ ബീബിയുടെ ചരിത്രങ്ങൾ പരിശോധിച്ച ഉപ്പയോടുള്ള സ്നേഹം മനസ്സിലാക്കാൻ പറ്റും. ഉപ്പാന്ന് വെച്ചാൽ അത്രയും അറ്റാച്ച്മെന്റ്, അത്രയും സ്നേഹമാണ് അവര്. അതുകൊണ്ടാണ് അവിടെ മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞത്, മരണത്തിന്റെ സമയത്ത് മലക്കുൽ മൗത്ത് നിങ്ങളോട് ഒരല്പമെങ്കിലും കാരുണ്യം കാണിക്കണോ, അല്പമെങ്കിലും കരുണ കാണിക്കണോ? നിങ്ങളുടെ ഉപ്പയോട് അലിവ് നിങ്ങളുടെ ഉപ്പയോട് കരുണ കാണിച്ചാൽ മലക്കുൽ മൗത്ത് നിങ്ങളോട് ഒരല്പമെങ്കിലും അലിവ് കാണിക്കണമെന്ന് പറയുമ്പോ സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക. എത്രയോ പാവപ്പെട്ട താടി നരച്ചു പോയ, ശരീരം ചുക്കുചുളഞ്ഞു പോയ ഉപ്പമാർക്ക് വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കാൻ പേടിയാണ്. കാരണം മക്കള് വെച്ച വീടാൻ, വലിയ വീടാൻ, കാണാൻ ഭംഗിയുള്ള വീടാൻ. അങ്ങനെയുള്ള വീട്ടില് അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ മക്കൾ വല്ലതും പറയോ? നിബിതങ്ങൾ പറഞ്ഞു, ഒരു ഉപ്പ വന്നിട്ട് പറയാണ് വീടിന്റെ പാല് കാച്ചാൻ, വീടിന്റെ കുടിയിരിപ്പാൻ. അന്ന് മകന്റെ വീടാണ്. വന്നിട്ട് പറയാണ്, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ മജ്ലിസിലേക്ക് വരുന്നുണ്ട്. മൗലായ സ്വല്ലി വ സല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വിഷയം എന്ന് പറഞ്ഞ് പൂർത്തിയാക്കി നിർത്താൻ തങ്ങൾ ഒരു 5 മിനിറ്റ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ സദസ്സിന് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനി ആ വഴിയിലൊക്കെ നിൽക്കുന്നവര് അകത്തേക്കൊന്ന് കർമ്മന് ഇൻഷാ അല്ലാഹ് കടന്നിരിക്കുക. 5 മിനിറ്റ് ഈ വിഷയം എന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ. ഉപ്പയോട് ഒരൊറ്റ ചരിത്രം, ബഹുമാനപ്പെട്ട തങ്ങളുടെ അനുവാദത്തോടു കൂടി ഉപ്പയോട് നമ്മൾ കരുണ കാണിക്കാം, ഉപ്പയോട് നമ്മൾ അലിവ് കാണിക്കാം. അതുകൊണ്ടാണ് അവിടെ മദീനത്തെ പള്ളിയിൽ
ഒരു ചെറുപ്പക്കാരൻ ഇരുന്നു കൊണ്ട് കരയുകയാണ്. അല്ലാഹ് ഒരു ഉപ്പ ഇരുന്നു കൊണ്ട് കരയുകയാണ്. ഇൻഷാ അല്ലാഹ് സയ്യിദന്മാരെ ഇരുത്തിയിട്ട് ഒരുപാട് നേരം സംസാരിക്കൽ അദബുകേടാണ്. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു നിർത്തുകയാണ്. മദീനത്തെ പള്ളിയിൽ ഒരു ഉപ്പ ഇരുന്നു കൊണ്ട് കരയുകയാണ്. ചോദിക്കുന്നു, ഉപ്പാ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് പറഞ്ഞു, മോനെ, എന്റെ മകൻ നല്ല പാട്ടുകാരനാണ്. അവൻ പാട്ടുപാടി വിജയിച്ചപ്പോ കോടിക്കണക്കിന് സമ്പത്ത് വരുന്ന ഒരു സ്ഫടികം അവനിക്ക് സമ്മാനമായി കിട്ടി. അവനെങ്ങനെ പാതിരാത്രി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ആരാ ഈ സ്ഫടികത്തെ തള്ളിയിട്ട് പൊട്ടിക്കുന്നത്? അവരുടെ കൈ ഞാൻ വെട്ടുമെന്ന് പറയുമ്പോ അതെങ്ങനെ പേടിച്ചു പോയതാണ് ഞാൻ. എന്റെ കൈകൾക്ക് വിറക്കുന്നൊരു അസുഖമുണ്ട്. ഞാൻ നടന്നു വരുമ്പോ എന്റെ വിറക്കുന്ന കൈ കൊണ്ടിട്ട് എന്റെ മകന്റെ വിലപിടിപ്പുള്ള സ്ഫടികമങ്ങ് വീണ് പൊട്ടിപ്പോയി. എന്റെ പുന്നാര മകൻ എന്റെ കൈവെട്ടുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിലിരുന്ന് കരയുന്ന എന്ന് പറയുമ്പോ, അല്ലാഹുവേ, ഈ പ്രിയപ്പെട്ട സ്വഹാബി പറഞ്ഞു, വേണ്ട, നിങ്ങൾ വീട്ടിലേക്ക് പോകുമോ? വീട്ടിൽ ചെന്ന് വീടിന്റെ വാതിലിൽ നിൽക്കണം. നിങ്ങളുടെ മകൻ വന്ന വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഞാൻ വിളിക്കുന്നുവെന്ന് പറയണം. അങ്ങനെ വീട്ടിൽ കാത്തുനിന്നു. മകനെ വീട്ടിൽ കയറ്റാതെ അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയുടെ അരികത്തേക്കങ്ങ് പറഞ്ഞു വിട്ടു. അങ്ങനെ ചെല്ലുമ്പോ ചോദിച്ചു, മോനെ, നിനക്കൊരാൾ നല്ല വിലപിടിപ്പുള്ള ഒരു സാധനം തന്നാ അതാരെങ്കിലും ഇട്ട് പൊട്ടിച്ചാ നിനക്കവരോടുള്ള പ്രതികാരം എങ്ങനാണ്? എനിക്കിപ്പോ അടുത്തൊരു സാധന സാമഗ്രി കിട്ടി, അത് നല്ല വിലപിടിപ്പുള്ളതാ. അതെങ്കാണം ആരെങ്കിലും തള്ളിയിട്ട് പൊട്ടിച്ച അവരുടെ കൈ ഉറപ്പായിട്ട് ഞാൻ വെട്ടുമെന്ന് പറയുമ്പോ സ്വഹാബി ചോദിച്ചു, എന്നാ നിന്റെ ബാപ്പയാണെങ്കിലോ? ആ സമയത്ത് പറഞ്ഞു, എന്റെ ഉപ്പയാണെങ്കിൽ ഞാനൊന്നും പറയൂല. എന്റെ ഉപ്പയുടെ മുമ്പിൽ അങ്ങനെ പറഞ്ഞതുപോലും അപ്പുറത്തുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടിയാണ്. എന്നാ നിന്റെ ഉപ്പ ഇവിടെ ഇരുന്ന് കരഞ്ഞിരുന്നു. കരഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്തിനെന്ന്? അപ്പൊ പറഞ്ഞു, ഇന്നതുപോലെ കാര്യങ്ങളുണ്ട്. മകന്റെ വിലപിടിപ്പുള്ള സാധന സാമഗ്രി താഴെ വീണ് പൊട്ടിയെന്ന്. അതുകൊണ്ട് മകനവിടെ നിന്ന് പേടിച്ചിട്ടാണ് കരയുന്നത് എന്ന് പറയുന്ന സമയത്ത് പൊട്ടി അങ്ങ് കരഞ്ഞു. അല്ലാ, എന്റെ ബാപ്പ എന്റെ വാക്കോർത്തു കരഞ്ഞെന്നോ. ഒരൊറ്റ ഓട്ടമാണ് വീട്ടിലേക്ക് ചെന്നുകൊണ്ട് ശരീരം ചുക്കിച്ചുളഞ്ഞു പോയ, താടി നരച്ചു പോയ ഉപ്പാനെ കെട്ടിയങ്ങ് പിടിച്ചിട്ട് പറയുന്നു, ഉപ്പാ, നിങ്ങൾ കരഞ്ഞോ ബാപ്പാ? നിങ്ങൾ കരഞ്ഞോ ബാപ്പാ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞത്? എന്റെ ഉപ്പ കരയല്ലേ. ഈ ഇതിനേക്കാൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ എന്റെ ഉപ്പ എനിക്കെത്ര തന്നതാണ് ബാപ്പാ. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല. ഈ സ്വഹാബിയുടെ മുമ്പിൽ ബാപ്പയുടെ കൈപിടിച്ചുകൊണ്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. എന്റെ ബാപ്പ കരയുന്നത് എനിക്ക് താങ്ങാൻ കഴിയൂല. ഉപ്പാ, ഇവിടെ വെച്ചിട്ട് എനിക്ക് പൊരുത്തം തരാമോ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോയെങ്കില്, ഉപ്പാനോട് സ്നേഹം വെച്ചുകൊണ്ട് കടന്നു വന്നാൽ മരണത്തിന്റെ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്. എന്റെ ഉപ്പമാരെ പറ്റി ഒരുപാട് പറയണമെന്നുണ്ട്. മണിക്കൂറുകളോളം ഉപ്പയെ മനസ്സിലാക്കാൻ മക്കൾക്ക് പഠിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലോ. അതുകൊണ്ട് ചുരുക്കട്ടെ, സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കടന്നു വന്ന മരണത്തെ പറ്റി ഓർത്ത, സ്വതക്ക ചെയ്ത, കുടുംബബന്ധത്തെ ചേർത്തു പോയ, ഉപ്പാനെ സ്നേഹിച്ചു പോയ, ലാഹികം മസ്റൂറോ, ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുന്ന ഒരു സമയത്ത് അല്ലാഹുവിലേക്ക് മടങ്ങുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമെന്ന് ലോകത്തിന്റെ രാജകുമാരന്റെ പ്രിയപ്പെട്ട തോടരായ സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു